സ്വാഗതം പറയുകയും അനുമോദനങ്ങൾ അർപ്പിക്കുകയും. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടും കൂടി ഒരുമിച്ചങ്ങ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാരണം രണ്ടിനും രണ്ട് നേരം എടുക്കണ്ട, രണ്ട് സമയം എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട്. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു സാറിനെ സഹൃദയം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുള്ളൂ. സാറിന് ഒരു മുഖവുരയൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ നിർത്തിയത്. രണ്ടാമതായി ഇന്നത്തെ മുഖ്യ അതിഥി, എനിക്ക് തോന്നുന്നു നമ്മുടെ കൊച്ചുകുട്ടികളുടെ ക്ലാസ്സിൽ പ്രൊഫസർ ജിബി ഗീവർഗീസ് ഒരു ക്ലാസ് എടുത്തിരുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ ക്ലാസ്സിൽ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടില്ല അല്ലെ ജിബി? വന്നിട്ടില്ല. ഗീത ടീച്ചർ പാട്ടൊക്കെ പാടി ഓർക്കുന്നില്ലേ? സീനിയേഴ്സിന്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. വന്നു. ഓക്കെ. അപ്പോ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ജിബിയെ പോലുള്ള ഒരാള് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു 5 പ്രാവശ്യം ക്ലാസ് എടുക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഞങ്ങള് ഒരുവിധം നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന എല്ലാവരെ കൊണ്ടും 2ഉം 3ഉം പ്രാവശ്യം ഞങ്ങള് എടുപ്പിക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം റിസോഴ്സ് പേഴ്സന്റെ അരക്ഷിതാവസ്ഥയാണ്. കാരണം ഓരോരുത്തരെയും വിളിച്ച് ഞങ്ങള് ഇരിക്കും. അപ്പോ ജിബിയെ എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. ഏതായാലും എനിക്ക് തോന്നുന്നു ഈ റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷം വളരെ വലിയ ഒരു കാര്യം ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അനുമോദനം അർഹിക്കുന്നത്. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ തുടങ്ങാം. മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ, അതായത് പ്രിൻസിപ്പലിന്റെ തൊട്ട് താഴെയുള്ള ആളെന്നുള്ള നിലയിൽ ധാരാളം വർഷങ്ങൾ സേവനം അനുഷ്ഠിച്ച പ്രൊഫസർ ജിബി ഒരുപാട്, ഞാൻ ഇതും കൂടെ നോക്കുകയാണ് കേട്ടോ, ബയോഡേറ്റയും കൂടെ നോക്കുകയാണ്. അതാണ് ഞാൻ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് നിർത്തിപ്പോകുന്നത്. ഇപ്പൊ 58 വയസ്സായ ജിബി ശരിക്കും പറഞ്ഞാൽ 56 വയസ്സ് കഴിഞ്ഞപ്പോൾ പോയി ഒരു ഡിഗ്രി എടുക്കാൻ വേണ്ടി, അതും മഹത്തായ ഒരു ഡിഗ്രി എടുക്കാൻ വേണ്ടി പഠിച്ചു എന്നുള്ളതാണ്. എനിക്ക് വളരെ അതിശയം തോന്നുന്ന ഒരു കാര്യമാണ് ശരിക്കും. എല്ലാവരും എന്നോട് പറയുമായിരുന്നു MA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ടീച്ചർ ഒരു MA ഡിഗ്രി എടുക്കുമെന്ന് പറയുമായിരുന്നു. എനിക്കത് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. ഇനിയൊരു ഡിഗ്രി എടുത്തിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോ 3 ഇയർ അതെ 3 ഇയർ LLB, കാര്യങ്ങളും എല്ലാം എഴുത്തും ഒക്കെ എനിക്ക് തോന്നുന്നു 4 ഇരട്ടി ആയിരിക്കും. എന്നിട്ട് കൂടി അത് എടുക്കാനും LLB എടുക്കാനും സന്നദ്ധെടുക്കാനും ശരിക്കും പറഞ്ഞാൽ ഇപ്പോ പിന്നെ വഞ്ചിയൂർ കോടതിയില് ഒരു അഡ്വക്കേറ്റിന്റെ, ഒരു ഫേമസ് സീനിയർ വക്കീലിന്റെ കീഴില് പോയിക്കൊണ്ടിരിക്കാനും ഒക്കെ സാധിക്കുന്നത് ജിബിയുടെ ഒരു ഡിറ്റർമിനേഷനും വിൽ പവറും കൊണ്ട് തന്നെയാണ് ശരിക്കും. നമുക്കൊക്കെ ആ ഒരു വിൽ പവർ വയസ്സ് കഴിഞ്ഞതിന് ശേഷവും ഇങ്ങനെ ഒരു പിന്നെ ഡിഗ്രി എടുക്കാൻ കാട്ടിയ ഒരു ഡിറ്റർമിനേഷൻ ആദ്യമേ ഞാൻ ജിബിയെ അനുമോദിക്കുകയാണ്. ജിബിയുടെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞാല് ശരിക്കും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൗൺസിലർ ഇൻ സൈക്കോളജി ആണ്. പിന്നെ അതുപോലെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് UGCയുടെ എല്ലാ ക്ലാസ്സുകളിലും, മിക്ക ക്ലാസ്സുകളിലും UGC ക്ലാസ്സുകളിൽ പോകുന്നുണ്ട്.
അതുപോലെ വഞ്ചൂർ കോർട്ടിലെ അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ CSIRന്റെ ഫോർമർ സൈക്കോളജിസ്റ്റ് ആണ്, പാപ്പനംകോട് ട്രിവാൻഡ്രത്തുള്ള CSIR NIIST അതിലെ ഫോർമർ സൈക്കോളജിസ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാലം വരുന്നതിന് തൊട്ട് മുൻപ് ജിബി അവിടെ ജോയിൻ ചെയ്യുകയും അവിടെ കുറെ നാള് സൈക്കോളജിസ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിന്റെ, അതായത് AIWC അതിന്റെ സെക്രട്ടറിയാണ്, ട്രിവാൻഡ്രം ബ്രാഞ്ചിന്റെ സെക്രട്ടറിയാണ്. ആശ്രയ എന്ന് പറയുന്ന ഡേ കെയർ സെന്റർ ഫോർ വിമൻ സീനിയർ സിറ്റിസൺ അതിന്റെ സെക്രട്ടറിയാണ്. പിന്നെ നമ്മുടെ അക്കാഡമിക് കാര്യങ്ങള്, നമ്മുടെ കോളേജ് തലത്തില്, യൂണിവേഴ്സിറ്റി തലത്തില് ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ചെയർമാൻ ആയിരുന്നു. വളരെ നല്ല കാര്യങ്ങള് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്താനും അതുപോലെ സിലബസ് ഒക്കെ സമയത്തിന് തന്നെ പുറത്തിറക്കാനും ഒക്കെ സഹായിച്ചത് ശരിക്കും പറഞ്ഞാല് പ്രൊഫസർ ജിബി ഒരു ചെയർമാൻ ആയിട്ടിരുന്നത് കൊണ്ട് തന്നെയാണെന്ന് പറയാം. ബുക്സ് ഒരുപാടെണ്ണം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, 6 ബുക്കോളം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവാർഡ്സും റെക്കഗ്നീഷനും ഒക്കെ ഗുരുശ്രേഷ്ഠ അവാർഡ് ബൈ അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ റിസർച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ 2021 പിന്നെ അത് അസോസിയേഷൻ ആണ്, ഏരിയോ അസോസിയേഷൻ ആണ് നൽകിയത്. നാഷണൽ അവാർഡ് ഫോർ ദ അക്കംപ്ലിഷ്ഡ് ടീച്ചർ എഡ്യൂക്കേഷൻ 2019 കിട്ടി. അതുപോലെ NP പിള്ളൈ മെമ്മോറിയൽ ലിറ്റററി നാഷണൽ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ സ്പേർഡ് അത് 2017 കിട്ടി. പിന്നെ നാഷണൽ മെറിറ്റ് അവാർഡ് ഫോർ മെറിറ്റോറിയസ് പൊസിഷൻ ഇൻ ബോർഡ് എക്സാമിനേഷൻ 1981 കിട്ടി. ഡോക്ടർ BR അംബേദ്കർ സെന്റിനറി ലിറ്റററി അവാർഡ് 1989 കിട്ടി. അങ്ങനെ ധാരാളം അവാർഡുകൾ അല്ലെങ്കിൽ ധാരാളം തൂവലുകൾ കിരീടത്തിൽ അണിഞ്ഞുകൊണ്ടാണ് ജിബിയുടെ നിൽപ്പ്. ഫോറിൻ വിസിറ്റ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെയാണ് നടത്തിയത്. തായ്ലൻഡ് ഏരിയോ നടത്തിയ ഒരു ടൂറായിരുന്നു, ട്രിപ്പായിരുന്നു. തായ്ലൻഡ്, ബാങ്കോക്ക്, അസംഷൻ യൂണിവേഴ്സിറ്റി തായ്ലൻഡില് പോയി ഒരു പേപ്പറൊക്കെ പ്രസന്റ് ചെയ്തു. അതുപോലെ സിംഗപ്പൂർ ഇൻസ്റ്റിറ്റ്യൂഷണൽ വിസിറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. മലേഷ്യ കോലാലംപൂർ യൂണിവേഴ്സിറ്റിയില് വിസിറ്റ് ആയി പോയിട്ടുണ്ട്. UAE ഏരിയയുടെ ആനുവൽ കോൺഫറൻസ്, ഷാർജ എമിറേറ്റ്സ് നാഷണൽ സ്കൂളിൽ അവിടെ പോയി പേപ്പറൊക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിസോഴ്സ് പേഴ്സൺ എന്നുള്ള നിലയിൽ നാഷണൽ, സ്റ്റേറ്റ് ലെവല്, നാഷണൽ ലെവലില് ധാരാളം ഏജൻസികളിൽ അല്ലെങ്കിൽ സ്കൂൾ കോളേജ് തലത്തിൽ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. റിസോഴ്സ് പേഴ്സൺ ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് ന്യൂഡൽഹിയില് പ്രൊമോഷൻ ഓഫ് കമ്മ്യൂണൽ ഹാർമണി ആൻഡ് റിലീജിയസ് ടോളറൻസ്, പിന്നെ ദ റോൾ ഓഫ് റിലിജിയൻ, എഡ്യൂക്കേഷൻ, കൾച്ചർ, ഇതിനെ പറ്റിയൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് തന്നെ CBCI കൗൺസിൽ ഫോർ വിമനില് അക്കമ്പനിയിങ് യങ് മൈൻഡ്സ് ഫോർ പീസ് ആൻഡ് ഹാർമണി ഇൻ ദ വേൾഡ് എന്ന വിഷയത്തെ പറ്റി പേപ്പർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് ഫാമിലി അപ്പോസ്റ്റലേറ്റ് പൂനെ, ബോംബെ, അവിടെ പ്രീ മാരേജ് കോഴ്സ് കൗൺസിലറായിട്ട് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് നമ്മുടെ ദൂരദർശൻ കൂട്ടുകാരി ഫോൺ-ഇൻ പ്രോഗ്രാമില് ഒരുപാട് നാള് കൂട്ടുകാരിയായിട്ട് ഇരുന്നിട്ടുണ്ടെന്നുള്ളതാണ് അവിടെ. പിന്നെ വാർത്തകൾക്ക് പിന്നിൽ എന്ന് പറഞ്ഞിട്ട് ന്യൂസ് അനാലിസിസ് ഉണ്ട്, അതിനകത്ത് പോയിട്ടുണ്ട്. പിന്നെ സാമൂഹ്യ പാഠം, ഇഷ്യൂ ബേസ്ഡ് പ്രോഗ്രാം, അതിനകത്ത്, ഇതെല്ലാം ദൂരദർശനിലെ പ്രൊഫസർ ജിബി എടുത്ത പരിപാടികളായിരുന്നു. പിന്നെ സൂര്യയില് പേരന്റിങ്ങിന് 8 എപ്പിസോഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ശാലം TVയില് തിരുക്കുടുംബം, അത് 32 എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട്. ബി പോസിറ്റീവ് എന്ന് പറയുന്ന 2 എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട്. ഹൃദയ
ഹൃദയ സംവാദം, അത് 2 എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ CMC ചാനൽ 10 എപ്പിസോഡ്സ്, അതിന്റെ കരിയർ ഡെവലപ്മെന്റിനെ പറ്റിയായിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സോഡസ് ചാനലില് 6 ടോക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പുറത്ത് ഉള്ളവരുമായിട്ട് സംവദിക്കുകയും പുറത്തുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്താനുള്ള ഒരു ചങ്കൂറ്റവും മനസ്സുറപ്പും ഒക്കെ ശരിക്കും പറഞ്ഞാല് ജിബിക്ക് നേരത്തെ തന്നെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഈ LLB എടുക്കണമെന്നുള്ളൊരു തോന്നല് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ധൈര്യം വേണം ശരിക്കും പറഞ്ഞാൽ LLB ഒക്കെ എടുത്തിട്ട് വക്കീലായിട്ട് ഇരിക്കാനായിട്ട്. എത്രയോ പ്രതികള്, നിരപരാധികളും പ്രതികളും ഒക്കെ ആയിട്ടുള്ള ആളുകള് വരികയും ഓരോരുത്തരുടെയും നിരപരാധിത്വം തെളിയിച്ചു കൊടുക്കാനും അപരാധികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ശിക്ഷ കൊടുക്കാനും ഒക്കെയുള്ള ഒരു ചങ്കൂറ്റവും മനസ്സുറപ്പും ഉണ്ടായാലേ ഈ LLB ഒക്കെ എടുത്തതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇന്റഗ്രിറ്റിയോടുകൂടി ഒരു പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചങ്കുറപ്പ് ആവശ്യമാണ്. അത് എനിക്ക് തോന്നുന്നത് എല്ലാവരോടും സ്നേഹമായിട്ട് പെരുമാറാനുള്ള ഒരു സ്വഭാവമാണ്. എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി, ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ടീച്ചേഴ്സ് ആണെങ്കിലും ഗുരുക്കന്മാരാണെങ്കിലും എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് എനിക്ക് ശരിക്കും പറഞ്ഞാല് ജിബിയെ പരിചയം. ഞങ്ങളോടെല്ലാം അത് തന്നെ, നമ്മുടെയൊക്കെ ദുഃഖങ്ങളിലൊക്കെ എപ്പോഴും വന്ന് പങ്കെടുക്കുകയും, എനിക്ക് നല്ല ഓർമ്മയുണ്ട് എൻ്റെ ഹസ്ബൻഡൊക്കെ മരിച്ചപ്പോ ശരിക്കും പറഞ്ഞാല് മരണസമയത്തും സഞ്ചയനത്തിനും എല്ലാം ജിബി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിക്കത് മറക്കാൻ തന്നെ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ആളുകളുമായിട്ട് ഇടപഴകുന്ന ആളുകളുമായിട്ട് അവരുടെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാത്തിലും ജിബി പങ്കെടുക്കും എന്നുള്ളതാണ്. അതാണ് ജിബിയുടെ ഒരു പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്നതിന്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഈ ഒരു സന്ദർഭം ശരിക്കും പറഞ്ഞാല് LLB പാസ്സായി ഇവിടെ കോർട്ടില് ജോലി ചെയ്യാൻ തുടങ്ങുന്ന ഒരു സന്ദർഭമാണിപ്പോ. ശരിക്കും ഇനിയും ഉയരങ്ങളിലേക്ക് വലിയൊരു പ്രോസിക്യൂട്ടറായി ഒരാളുടെ കീഴിലല്ലാതെ സീനിയർ പ്രോസിക്യൂട്ടറായി ജീവിതം കഴിക്കാനും, പിന്നെ അതിന് മുകളിലുള്ള പദവികളൊക്കെ കിട്ടുന്നെങ്കിൽ അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ എനിക്കറിയില്ല ഏതൊക്കെയാണ് നിങ്ങളുടെ അങ്ങോട്ടുള്ള വലിയ സ്റ്റെപ്പുകളെന്ന് എനിക്കറിയില്ല. അപ്പോ ഏറ്റവും വലിയ ഒരു സ്ഥാനം അലങ്കരിക്കാൻ ജിബിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ജിബിയെ കാണണമെന്നാണ്. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുമോ എന്ന് അറിയില്ല, എന്നാലും അങ്ങനെ ജിബിക്കൊരു നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഉയരങ്ങൾ തേടിപ്പിടിക്കാൻ സന്ദർഭം ഉണ്ടാകട്ടെ. അതിനുള്ള മനസ്സും ചങ്കൂറ്റവും ദൈവം തരുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും ഒന്നുകൂടി നേരുന്നു. ഇത് അനുമോദനമായിട്ട് കണക്കാക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാ അനുമോദനങ്ങളും നേരുകയാണ്. താങ്ക് യു വെരി മച്ച്. ഷർമിള പോയോ? ഇല്ല, ഉണ്ട് മാം. മറ്റുള്ളവരെ കൂടി വെൽക്കം ചെയ്താൽ അതും കൂടി ആകും. വെൽക്കം. ഓക്കെ. അയ്യോ, ഞാൻ മറന്നുപോയി ശരിക്കും പറഞ്ഞാല്. അതെ, ഇനിയും ധാരാളം പേർക്ക് സ്വാഗതം പറയാനുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ പ്രയർ ചൊല്ലിയ ശില്പയ്ക്ക്, ഇനി വോട്ട് ഓഫ് താങ്ക്സ് പറയാനിരിക്കുന്ന ഡോക്ടർ ജീവത്സൽ ടീച്ചറിന്, പിന്നെ അതുപോലെ അലീനയ്ക്ക്, പാട്ട് പാടാൻ പോകുന്ന അലീനയ്ക്ക്, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഒരുപാട് പേര്. ഇന്ന് സാധാരണയിൽ കവിഞ്ഞ ഒരു സദസ്സാണ് നമുക്ക് ഇന്നുള്ളത്.
എല്ലാവരെയും ഞാൻ ഓരോരുത്തരെയായിട്ട് പേരെടുത്ത് പറയുന്നില്ല. ഞാൻ സാറിന് നേരത്തെ തന്നെ സ്വാഗതം പറഞ്ഞിരുന്നു ശർമിള. അതുപോലെ ശർമിളയ്ക്കും ബാക്കിയുള്ള എല്ലാവർക്കും പിന്നെ വളരെ ആത്മാർത്ഥമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച് മാം. ഇന്ന് സൂസൻ ടീച്ചർ ഉണ്ട്. ഇന്ന് ഫസ്റ്റ് ടൈമാണ് സൂസൻ ടീച്ചർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ സാറ് വിളിച്ചിട്ടും 2 പടം കാണുന്നുണ്ട് കേട്ടോ. അതെ അതെ, രണ്ട് ഡിവൈസിൽ നിന്ന് കയറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ പ്രസിഡൻഷ്യൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ ഇടയ്ക്ക് മെസ്സേജ് ഇട്ടിരുന്നു. ടീച്ചറിന് വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നില്ല, അൺമ്യൂട്ട് ചെയ്യാനും പറ്റുന്നില്ല, പക്ഷെ കേൾക്കുന്നുണ്ട് എന്നാ പറഞ്ഞേ. ഓക്കെ 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 ഓക്കെ. അപ്പോ നെക്സ്റ്റ് നമ്മുടെ പ്രസിഡൻഷ്യൽ അഡ്രസ് ആണ്. നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ ജേക്കബ് മാത്യു സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സർ പ്ലീസ്. സാർ ഓഡിയോ ഓഫ്. ഓഡിയോ സാറ് 2 ഡിവൈസിൽ കൂടെ കയറിയിട്ടുണ്ടോ? സാർ മ്യൂട്ടാണ് സാർ. കേൾക്കുന്നില്ല സാർ, മ്യൂട്ടാണ് സാർ. അയ്യോ, സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ. നമ്മൾ പറയുന്ന സാർ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ചില സമയത്ത് കേൾക്കുന്നില്ല സാർ. ഇല്ല ഇല്ല സാർ, നേരത്തെ സംസാരിച്ചതാ. കേൾക്കുന്നില്ല. ഓക്കെ, സൂസൻ ടീച്ചറിന്റെ മെസ്സേജ് വന്നു. കേട്ടോ, കണ്ടു. താങ്ക് യു ടീച്ചർ. അയ്യോ സാർ കേൾക്കുന്നില്ല സാർ, കേൾക്കുന്നില്ല സാർ, കേൾക്കുന്നില്ല. സാറിനെ ഒന്ന് ഫോണിൽ വിളിച്ചാലോ ഷർമിളെ? ഇപ്പോഴോ? കേൾക്കാം. ഇതുവരെ ഒന്നും കേട്ടില്ല കേട്ടോ സാർ, ഒന്നും കേട്ടില്ല. പറയണം. നമ്മുടെ ഇന്നത്തെ മുഖ്യ ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഗസ്റ്റ് അല്ല, മുഖ്യ ആളായിട്ട് വന്നിരിക്കുന്നതായിട്ടുള്ള ജിബി ടീച്ചർ, അതുപോലെ തന്നെ മാർഫ്യൂസ് ട്രെയിനിങ് കോളേജിലെ സ്റ്റാഫ് മെമ്പേഴ്സ്, നമ്മുടെ കോളേജിലെ സ്റ്റാഫ് മെമ്പേഴ്സ്, മറ്റ് ജിബിയുടെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ജിബി ടീച്ചറിനെ എനിക്കൊന്ന് ഞാനാന്ന് തോന്നുന്നു ജിബി ടീച്ചറിന്റെ അകത്ത് പ്രിൻസിപ്പളായിട്ട് IAS തൃശ്ശൂരിലെ ജിബി ടീച്ചർ ജോയിൻ ചെയ്ത സമയത്ത് അവിടെ എനിക്കൊന്ന് എംപ്ലോയ്മെന്റിൽ നിന്നാന്ന് പറയും ആ ടീച്ചർ വന്നത്. ആ സമയത്ത് ഞാൻ അവിടെ പ്രിൻസിപ്പൾ ആയിരുന്നു എന്നുള്ളതാണ് എന്റെ ഓർമ്മ. ലളിതാബായി ടീച്ചറൊക്കെ അന്നുണ്ടായിരുന്നു. കുറച്ചു നാളെ അവിടെ ഇരുന്നുള്ളൂ. എങ്കിൽ തന്നെയും അന്ന് തൊട്ടേ ജിബി ടീച്ചറുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. അതിനുശേഷം ഇവിടെ വന്നു, അങ്ങനെ പരിചയപ്പെട്ടു. ഗീത ടീച്ചർ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ബയോഡാറ്റ തന്നെ നിരത്തി. ശരിക്കും പറഞ്ഞാൽ ഒരു നോബൽ പ്രൈസ് പോലെ അങ്ങനെ ഒരു വലിയൊരു പ്രൈസ് കിട്ടാനുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടാനുള്ളതായിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷൻ മാത്രമല്ല ക്വാളിറ്റി, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു മനുഷ്യ സ്നേഹിയാണ് ജിബി ടീച്ചർ. അത് ആർക്കും അതിന്റെ ഒരു എതിര് പറയാനൊക്കത്തില്ല. കാരണം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ ഇടപെടുകയും അതിന്റെ അതിൻ്റെതായ രീതിയിൽ സെറ്റിൽ ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ജിബി ടീച്ചറുണ്ട്. എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖം ഞാൻ കണ്ടിട്ടുള്ളൂ. ടീച്ചർ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് നമുക്കറിയില്ല, നമുക്ക് കാണേണ്ടി വന്നിട്ടില്ല. കാരണം അത്രമാത്രം ഏത് പ്രശ്നം ഉണ്ടെങ്കിലും അത് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവ് ടീച്ചറിനുണ്ട്. അതും ഞാൻ പറയുന്നത് ടീച്ചർ നേരത്തെ തന്നെ ഈ അഡ്വക്കേറ്റ് പ്രൊഫഷനിലേക്ക് പോകേണ്ടതായിരുന്നു. പോയിരുന്നെങ്കിൽ ഇന്ന് ഒരു ജഡ്ജൊക്കെ ആയിട്ട് ടീച്ചറിന് പെൻഷൻ പറ്റായിരുന്നു അവസാനത്തെ ആ സമയത്ത്. കാരണം അത്ര മിടുക്കിയാണ് ഓരോ കാര്യം. അത് ഇടപെടുമ്പോൾ നമുക്കറിയാമല്ലോ. പക്ഷെ അത് ഇവിടെ വന്ന് ജോലി കിട്ടി പെൻഷൻ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് പോയത് തന്നെ എനിക്കൊന്ന് ഇങ്ങനെയുള്ള കോഴ്സ് പോയത് ഞാൻ ഓർക്കുന്ന സുധർമ്മയെ മാത്രമേ ഉള്ളൂ. സുധർമ്മ ഇതുപോലെ തന്നെ കുറെ ഡിഗ്രി എടുത്തു, കുറെ PG എടുത്തിട്ട് അവസാനം LLBക്കും പോയി, അതും പാസ്സായി. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നില്ല. അത് പാസ്സായെന്ന് എനിക്ക് തോന്നുന്നു. LLB അവസാനം സുധർമ്മ എടുത്തായിരുന്നു. അപ്പോ അതുപോലെ തന്നെ ജിബി അതുപോലെയാണ്. ആ ഒരു വഴിയിൽ കൂടെ പോയിട്ട് പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ പോയതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പം ജിബി വളരെ സീരിയസ് ആയിട്ട് എടുത്തേക്കാണ്. ഒരു നല്ലൊരു അഡ്വക്കേറ്റിന്റെ കീഴിൽ ജിബി ഇപ്പം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും ഉള്ള സമയത്ത് ജിബിക്ക് തീർച്ചയായിട്ടും ഭാവിയുണ്ട്, സംശയമൊന്നുമില്ല. ഞാൻ ഇതിന്റെ ജിബിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ബിഷപ്പിനെ ഇന്നലെ വിളിച്ചു. അപ്പൊ ബിഷപ്പ് ഇന്ന് ഒരു മീറ്റിംഗില്
DVAയുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 11 മണി വരെ 10 വരെ ആ മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് നടത്തിക്കൂ. നമ്മളത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബിഷപ്പ് ഇപ്പൊ അടുത്ത ആഴ്ച വരുന്നുണ്ട്. അന്ന് ഏറിയുടെ വകയായിട്ട് ജീവിക്കൊരു ഇതുപോലെയുള്ള ഒരു സ്വീകരണം നമ്മൾ കൊടുക്കാമെന്ന് ബിഷപ്പ് പറയുകയും ചെയ്തു. അതിൽ സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു കാര്യമാണ് ഇങ്ങനെ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനും. 3 വർഷം ജീവിക്ക് ഒട്ടും സമയം കിട്ടത്തില്ലായിരുന്നു. നമ്മൾ വിളിക്കുമ്പോഴൊക്കെ പറയും എനിക്ക് പഠിക്കാനുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ എന്തായാലും അത് 3 വർഷം കൊണ്ട് അത് ഫിനിഷ് ചെയ്തു. അതുപോലെ തന്നെ പ്രാക്ടീസ് ഫിനിഷ് ചെയ്യാനല്ല, ഒത്തിരി പേർക്ക് LLB ഉണ്ട്, പക്ഷെങ്കിൽ ആരും ഒന്നും അങ്ങനെ അത് ഉപയോഗിക്കത്തില്ല. അത് ഉപയോഗിക്കുക. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ ഒരു വക്കീലായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റും. എന്തായാലും വളരെ സന്തോഷം. ഒരു നല്ല അധ്യാപികയായിരുന്നു. അതും കേരളത്തിലെ ഏറ്റവും നല്ല ഒരു കോളേജില് വർഷങ്ങളോളം പഠിപ്പിച്ചതിന്റെ ഒരു വലിയൊരു അതിന്റെ ഒരു ഗുണം തന്നെ ജീവിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ജിവിയെ ഈ മീറ്റിംഗിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. ജിവിക്ക് പറയാനുള്ളത് സംസാരിക്കാൻ വേണ്ടി ഞാൻ തോന്നുന്നു. അടുത്ത് അങ്ങനെയാണെങ്കിൽ അതിനുള്ള സമയം തരികയാണ്. ഓക്കെ. പ്ലീസ്. മ്യൂട്ടാണ് മാം. ഓക്കെ. ഞാനാണോ ഹലോ. മാം. ഓക്കെ. ആദ്യം തന്നെ എല്ലാവർക്കും ഇത്തരത്തില് ഒരു മീറ്റിംഗ് കൂടിയ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട ഇതിന്റെ പ്രസിഡന്റ് JK മാത്യു സർ, ഇതിന്റെ കോർഡിനേറ്റർ ഷാമില മാം, ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിലെ ഗീത ടീച്ചർ, വത്സല ടീച്ചർ, എല്ലാവരും, മാർത്തിയഫ്ലിസ് കോളേജിലെ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ലോ കോളേജിലെ എന്റെ 2-3 സുഹൃത്തുക്കളുണ്ട്, എല്ലാവരോടും ഉള്ള നന്ദി ആദ്യം അറിയിക്കുകയാണ്. ആദ്യം ഷർമിള 2 ദിവസത്തിന് മുമ്പ് എന്നെ വിളിച്ചപ്പോ ഞാൻ ശരിക്കും പറഞ്ഞത് അയ്യോ അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെയാണ്. പക്ഷെ ഷർമിള ടീച്ചർ പറഞ്ഞു വേണം, അത് ആവശ്യമാണ്. ജേക്കബ് മാത്യു സാർ കുറെ നാളുകൊണ്ട് പറയുകയാണ് അത് നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എനിക്ക് പ്രസംഗിക്കാനൊന്നും അതിനെപ്പറ്റി ഒന്നും ഒത്തിരി പറയാനൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പം ഷർമിള അന്നേരം എനിക്ക് ഒരു ജാമ്യം തന്നു, എന്നാ പാട്ട് പാടിയാൽ മതി. സത്യത്തിൽ എന്നോട് പാട്ട് പാടാൻ പറയുന്ന ഏക വ്യക്തി ഷർമിള മാത്രമാണ്. സത്യം പറഞ്ഞാൽ ബാക്കി ആർക്കും അത്ര സഹിഷ്ണുതയില്ല. എല്ലാവരെക്കാളും ആരും, എന്റെ ഹസ്ബൻഡ് ഉൾപ്പെടെ ആരും എന്റെ പാട്ട് സഹിക്കില്ല. പക്ഷെ ഷർമിള അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു മീറ്റിംഗ് വരുമ്പം ജിബി ടീച്ചർ ഒരു പാട്ട് പാട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സഹനത്തിന് തന്നെ എന്റെ ഒരു നന്ദിയുണ്ട്. സാറ് പറഞ്ഞ പോലെ ഞാനും ഒത്തിരി PG ഒരു 6-7 PG എടുത്തിട്ടുണ്ട്. MSc, MA, MBA, MEd, MPhil ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ കടുപ്പേറിയ ഒരു കോഴ്സാണ് LLB. കാരണം ഒന്നാമത്തെ കാര്യം അത് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ എന്നും വൈകിട്ട് 5 മണി തൊട്ട് 8:30 വരെ ആ കോഴ്സ് അതിന് പോണം, റെഗുലർ ആണ്. സാധാരണ കുട്ടികൾ ഇരുന്ന് പഠിക്കുന്നത് പോലെ ക്ലാസ്സിൽ ഇരുന്ന് അറ്റൻഡൻസ് ഒക്കെ വളരെ കമ്പൽസറിയാണ്. ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്ന B.Ed ആണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തുന്നതെന്നാണ്. പക്ഷെ ഒട്ടുമല്ല. ലോ കോളേജിൽ ഞങ്ങൾക്ക് നല്ല കഷ്ടപ്പാടാണ്. എന്റെ ലോ കോളേജിലെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അറ്റൻഡൻസ് ഒക്കെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ റോഡിൽ നിർത്തും. ഒപ്പിടാനൊക്കെ നല്ല സ്ട്രിക്റ്റ് ആണ്. ഞങ്ങളെ പറയുന്ന ഡേറ്റ് കഴിഞ്ഞാണ് കൊടുക്കുന്നതെങ്കിൽ ഒപ്പിട്ട് കിട്ടാൻ പിന്നെ വലിയ പാടാണ്. റെക്കോർഡ് ബുക്കൊക്കെ മുഴുവൻ റഫ് എഴുതി കഴിഞ്ഞ് കൊണ്ടു കാണിക്കുമ്പോഴേ ഫെയർ റെക്കോർഡ് തരുള്ളൂ. അപ്പൊ ഞാൻ ഓർക്കും നമ്മുടെ B.Ed കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്വർഗസുഖം അനുഭവിക്കുകയാണ് ലോ കോളേജിലെ കഷ്ടപ്പാടൊക്കെ ഓർത്താൽ. അതുപോലെ സെമിനാർ പ്രസന്റ് ചെയ്യാൻ കയറുമ്പോൾ തൊട്ട് ചോദ്യങ്ങൾ ചോദിക്കും. ഒന്നാമത് ഞങ്ങൾക്ക് ഈ സെക്ഷൻ, ക്ലോസ്, ആർട്ടിക്കിള്, സബ് ക്ലോസ്, ഇതൊക്കെ ഈ നമ്പർ ഓർത്ത് വെക്കുക എന്നുള്ളത് ഒരു നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊക്കെ ദൈവാധീനം കൊണ്ട് അതൊക്കെ കടക്കാൻ പറ്റി. ഞാൻ റിട്ടയർ ചെയ്യുന്ന ആ വർഷമാണ് ലോ കോളേജിൽ കയറുന്നത്. അതിന്റെ പുറയിൽ ഒരു ചെറിയ ഒരു കഥയുണ്ട്. എന്റെ ഇളയ പുത്രൻ, ഇപ്പൊ അവൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്, അവനെ നോക്കാൻ വന്ന ഒരു സ്ത്രീ, അപ്പൊ ശാന്ത എന്നാണ് പേര്. ശാന്തയുടെ മകളുടെ കല്യാണം ഇവിടുന്ന് പോയതിനു ശേഷമാണ് ഞാനിവിടൊക്കെ ഒത്തിരി സഹായിച്ചാണ് ആ കുട്ടിയുടെ കല്യാണം നടത്തിയത്. കല്യാണം നടത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോ പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. അവളുടെ 5 പവന്റെ ആഭരണവും 50,000 രൂപയും മാത്രമേ കൊടുത്തുള്ളൂ. അത് മുഴുവൻ എടുക്കുകയും ചെയ്തു, വീട്ടില് കൊണ്ടുവിടുകയും ചെയ്തു. അപ്പൊ ആ കുട്ടിയുടെ പ്രീ ഡിഗ്രി കഴിഞ്ഞ കുട്ടിയാണ്.
ആ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് വേണ്ടി കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിക്കാനും ഒക്കെ അന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന റോസക്കുട്ടി ടീച്ചറായിരുന്നു വനിതാ കമ്മീഷനിൽ. ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ കയറി ഇറങ്ങി, പക്ഷെ ഒരു ഫലം ഉണ്ടായില്ല. അന്ന് ഞാൻ വിചാരിച്ചു, ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് അന്ന് എന്റെ ആ വിഷമമൊക്കെ കൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു അഡ്വക്കേറ്റ് ആയിരുന്നെങ്കിൽ വക്കീൽ നോട്ടീസ് അയച്ച് ഇവരെയൊക്കെ കോടതിയുടെ മുന്നിൽ വരുത്താമായിരുന്നു. അന്ന് ഞാൻ അന്നത്തെ ആ ഒരു സങ്കടത്തിന് പറഞ്ഞതാണ്. പക്ഷെ റിട്ടയർ ചെയ്യാറായപ്പോൾ എല്ലാരും മറന്നാലും ദൈവം അത് മറക്കില്ല എന്നതുപോലെ എന്റെ ഹസ്ബൻഡും അത് മറന്നില്ല. റിട്ടയർ ചെയ്യുന്ന വർഷം എന്നോട് പറഞ്ഞു, നീ LLBക്ക് ഒന്ന് ശ്രമിച്ചു നോക്ക്, കിട്ടുവാണെങ്കിൽ പഠിക്കാമല്ലോ, കുറേയേറെ പേർക്ക് സഹായം ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാം ലോ കോളേജിലൊക്കെ നല്ല പാടാണ് കിട്ടാൻ, പ്രത്യേകിച്ച് എന്റെ മാർക്കൊക്കെ പഴയ മാർക്കാണ്, അത് വെച്ചിട്ട് കിട്ടാൻ പ്രയാസമാണ്. പക്ഷെ എന്തോ ദൈവാധീനത്തിന് LLBക്ക് അഡ്മിഷൻ കിട്ടി. ഈ വൈകുന്നേരങ്ങളിൽ പോയി പഠിക്കാനുള്ള സാഹചര്യം കിട്ടി. ആ സമയത്ത് ഞാൻ പാപ്പനംകോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി CSIL വർക്ക് ചെയ്യുമായിരുന്നു. അവിടുന്ന് ഓടി വരണം, അവിടെ 5 മണി വരെ ഓഫീസാണ്, അത് കഴിഞ്ഞ് ഓടി വന്ന് ക്ലാസ്സിലിരിക്കണം, 8:30 വരെ ക്ലാസ് ആണ്, അത് കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം, സെർവന്റ് ഒന്നും ഇല്ല, കുട്ടികളും ഉണ്ട്, ഞാനും ഹസ്ബൻഡും ഒക്കെ ഉണ്ട്, എല്ലാവരുടെയും കാര്യം നോക്കണം. കുറച്ച് കഷ്ടപ്പാടൊക്കെ ആയിരുന്നു. പക്ഷെ ദൈവം എല്ലാത്തിനും ഒരു ആന്റിഡോട്ട് കണ്ടുവച്ചിട്ടുണ്ടല്ലോ, അതുപോലെ അതൊക്കെ എനിക്ക് സാധിച്ചു. എന്റെ നല്ല കൂട്ടുകാരുണ്ടായിരുന്നു കോളേജിൽ, ഒന്നിച്ചിരുന്ന് പഠിക്കാനും റെക്കോർഡ് എഴുതാനും ഒക്കെ അവരുടെ ഒരു ഹെൽപ്പ് കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിനകത്ത് ധനുജയുണ്ട്. ഞങ്ങളെയൊക്കെ ഓരോ കാര്യം പഠിപ്പിക്കാനൊക്കെ ധനുജയൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ മറന്നു പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വോയിസ് ക്ലിപ്പ് ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയൊക്കെ ഒരുപാട് ശ്രമഫലമായി, എന്റെ വീട്ടിലുള്ളവരുടെയും ഒക്കെ എല്ലാവരുടെയും ശ്രമഫലമായിട്ടാണ് LLB കിട്ടിയത്. കിട്ടിക്കഴിഞ്ഞിട്ട് എൻറോൾ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 ആഴ്ചയായുള്ളൂ ഞങ്ങള് 2-3 ആഴ്ചയായുള്ളൂ ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് സീനിയർ വക്കീലിന്റെ അടുത്ത്. അപ്പൊ തന്നെ ഞങ്ങൾക്ക് ഒരു ദൈവാധീനം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഓഫീസ് സെറ്റായി കിട്ടി. അതുപോലെ ഇന്നാണ് ഞങ്ങളുടെയൊക്കെ പേര് ബോർഡിൽ ഒട്ടിച്ചത്. അത് ഞങ്ങൾക്ക് സന്തോഷമായി. 6ാമത്തെയും 7ാമത്തെയും അഡ്വക്കേറ്റ് ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പേരും ഡിഗ്രികളും ഒക്കെ ആ ഒരു ബിൽഡിങ്ങിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അപ്പൊ എല്ലാം കൊണ്ടും ഒത്തിരി സന്തോഷം. ഈ ഒരു LLB കാരണം ഞാൻ ഇപ്പം എടുക്കാൻ മറ്റൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരു 51 അമ്മമാരുണ്ട്. സാറാമ്മ ചാണ്ടി ടീച്ചറിന് അറിയാം, ഗീത ടീച്ചറിനും കുറെ പേർക്കൊക്കെ ഞങ്ങളുടെ അവിടെ വന്നിട്ടുണ്ട് സ്ഥാപനത്തില്. ഈ ആരുമില്ലാത്ത പാവപ്പെട്ട 51 അമ്മമാർക്ക് ഒരുപാട് പ്രയാസങ്ങൾ വരുന്നുണ്ട്. 2 സെന്റേ ഉള്ളൂ, അത് വല്ലവരും ഒക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകും. പൈസ അവര് കഷ്ടപ്പെട്ട് കുടുംബശ്രീയിലൊക്കെ പോയിട്ട് വരുമ്പോ ആ പൈസ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എടുത്തിട്ട് തിരിച്ചു കൊടുക്കാതെ വരും. അവരുടെ കൊച്ച് തട്ടുകട വല്ലവരും അതിക്രമിച്ച് കിടക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അമ്മമാര് നേരിടുന്നുണ്ട്. അവരെ സഹായിക്കാനൊക്കെ ഈ LLB കൊണ്ട്, ഈ അഡ്വക്കേറ്റ് ലേബൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം. പിന്നെ എന്റെ ആഗ്രഹം, പാവപ്പെട്ടവർക്ക് അഡ്വക്കേറ്റിനെ വെക്കാൻ പറ്റാത്തപ്പോൾ ലീഗൽ എയ്ഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ലീഗൽ എയ്ഡ്. അപ്പൊ അവർക്ക് ഫ്രീ ആയിട്ട് അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നവർക്ക് ആ ലീഗൽ എയ്ഡിൽ ചേരാം. അതെന്റെ ഒരു മറ്റൊരു സ്വപ്നമാണ്. ലീഗൽ എയ്ഡിൽ പോയി അഡ്വക്കേറ്റ് ആയിട്ട് അഡ്വക്കേറ്റിനെ വെക്കാൻ പ്രാപ്തി ഇല്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് ലോയറിങ് ചെയ്തു കൊടുക്കാനായിട്ട്. അങ്ങനെയൊക്കെയാണ് എന്റെ ആഗ്രഹങ്ങള്. എല്ലാം ഈശ്വരാധീനത്താൽ നടന്നു തരുമെന്ന് ദൈവം ഇതുവരെ അങ്ങനെ നടത്തിക്കൊണ്ടുവന്ന വഴികളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ദൈവം നടത്തിക്കൊണ്ടുവരും. എന്റെ ഈ ഒരു നേട്ടത്തിന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും ഈശ്വര കടാക്ഷവും ഒക്കെ ഉണ്ട്. പിന്നെ ഗീത ടീച്ചർ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഷർമിള എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. എനിക്ക് വൈകിട്ടാണ് ഈ പരിപാടി. അപ്പൊ എനിക്കെന്നും ലോ കോളേജിൽ നിന്ന് വരുമ്പം തന്നെ ഞാൻ 9 മണി കഴിയും. 5 മണി തൊട്ട് 8:30 വരെ ക്ലാസ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തുമ്പോൾ 9 മണിയാവും. പിന്നെ എനിക്കൊരു ക്ലാസ് എടുക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഷർമിള പല പ്രാവശ്യം എന്നെ വിളിച്ചിട്ടും എനിക്ക് കയറാനും ക്ലാസ് എടുക്കാനും ഒക്കെ പറ്റാതിരുന്നത്. അപ്പോ ഇനിയുള്ള സമയത്ത് തീർച്ചയായിട്ടും വിളിച്ചാൽ വരും കേട്ടോ. അപ്പൊ എന്റെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ജേക്കബ് മാത്യു സാർ പറഞ്ഞതുപോലെ എന്റെ ആദ്യത്തെ പ്രിൻസിപ്പല് ജേക്കബ് മാത്യു സാറാണ്. ഒരു പ്രിൻസിപ്പൽ എങ്ങനെയായിരിക്കണമെന്ന് ശരിക്കും പറയാം ജേക്കബ് മാത്യു സാറിലൂടെയാണ് ഞങ്ങള് മനസ്സിലാക്കിയത്. കാരണം സാറ്, ഞാൻ വീട്ടിൽ അമ്മയ്ക്ക് സുഖമില്ല പൊക്കോട്ടെ, ഒരു ദിവസം കഴിഞ്ഞ് ഞാനിങ്ങ് വരാന്ന് പറഞ്ഞാൽ ജേക്കബ് മാത്യു സാർ വരും, സാരമില്ല ഒരാഴ്ച ജിബി നിന്നു. അങ്ങനെ വരുമ്പോ സാർ ചെല്ലുമ്പോ ജേക്കബ് മാത്യു സാർ പറയും, ജിബി MEഡിൽ എടുക്കുന്ന ടീച്ചർ 1 മാസത്തേക്ക് ലീവാണ്, അപ്പൊ ജിബി ആ ക്ലാസ് ഒന്ന് എടുക്കണേ.
അല്ലെങ്കിൽ പേപ്പർ 2 പഠിപ്പിക്കുന്ന ആളില്ല. നമ്മളാണ് 2 കൈ നീട്ടി നിറഞ്ഞ മനസ്സോടെ ആ ക്ലാസ് എടുക്കും. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരാഴ്ച എന്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ സാർ എന്നെ അനുവദിച്ചു. അത്ര കൺസേൺ ആണ് സാർ. നമ്മുടെ കാര്യങ്ങളിലൊക്കെ സാർ ഭയങ്കര കൺസേൺ ആണ്. അപ്പൊ നമ്മൾ അതുപോലെ തിരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി കൺസേൺ തിരിച്ച് കൊടുക്കും. തൃശ്ശൂരിലായിരുന്നപ്പോഴാണ് സാർ എന്റെ പ്രിൻസിപ്പൽ ആയിട്ടിരുന്നത്. അതുപോലെ സൂസൻ ടീച്ചർ, ഗീത ടീച്ചർ, എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു വഴിയിൽ ഒത്തിരി വഴികാട്ടിയായിരുന്നവർ ഒരുപാട് പേരുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരെയും സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്. ഒരുപാട് നന്ദി എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതില്. കാരണം ഞങ്ങളുടെ ഇടയിൽ ടീച്ചേഴ്സ് വളരെ കുറവായിരുന്നു. കാരണം AG's ഓഫീസിലുള്ളവർക്കും സെക്രട്ടേറിയറ്റിലുള്ളവർക്കും ഒക്കെ ലോ ആവശ്യമാണ്. അവരവരുടെ തൊഴിലിന്റെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്ന് പഠിപ്പിച്ചത്. ടീച്ചേഴ്സിന് അങ്ങനെയൊന്നുമില്ല. നമ്മളുണ്ടാക്കുന്ന നിയമമൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ കൊടുക്കുന്നത്. അതുകൊണ്ട് ടീച്ചേഴ്സ് ഇത് അധികം വന്ന് പഠിക്കാറില്ല. പക്ഷെ എന്നാലും ഇത് എല്ലാവരും പഠിക്കേണ്ട ഒരു കോഴ്സാണ്. ഞങ്ങളുടെ കൂടെ ഒരു IAS ഉണ്ടായിരുന്നു, IPS ഉണ്ടായിരുന്നു, DGP, കമ്മീഷണർ, അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും ഹയർ ലെവൽ തൊട്ട് ഉള്ള എല്ലാ ആൾക്കാരും ഞങ്ങളുടെ കൂടെ, പത്രപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും കൂടെ പഠിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമാണ്. എല്ലാം ദൈവത്തിന്റെ ഒരു കരുണ. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഇനിയും ഉണ്ടാവണം. ഞങ്ങളുടെ വഞ്ചിയിലൊക്കെ വരുവാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ വരണം. എന്തെങ്കിലുമൊക്കെ കേസ് ഉണ്ടെങ്കിൽ തരാം. ഞങ്ങൾ മാക്സിമം ശ്രമിക്കും. ഇപ്പൊ തന്നെ ഒരുപാട് കേസുകൾ, ഇന്നിപ്പം ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് ഒരു പുതിയ പ്രോജക്റ്റ് ഏറ്റെടുക്കുകയാണ്. പാവപ്പെട്ട അമ്മമാരെ പുനരധിവസിപ്പിക്കാൻ ഒരു വസ്തു നോക്കി നടക്കണം. അപ്പൊ അവിടെ ഇരുന്നപ്പോ തന്നെ അവിടുത്തെ ഒരു ജോലിക്കാരി വന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അവരുടെ 10 സെന്റ് ഭൂമി അവരുടെ ഭർത്താവ് വാങ്ങിച്ചതാണ്. പക്ഷെ ഇപ്പം അത് കുടിയേറ്റ ഭൂമിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പൊ ഞാൻ ആ കേസിന്റെ ഒക്കെ നമുക്ക് ഓൺലൈനിൽ നോക്കിയാൽ, വെബ്സൈറ്റിൽ കൂടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തന്നോ, ഞാൻ നോക്കാം. അങ്ങനെ ആരെങ്കിലും ഒക്കെ ചെറുതായിട്ടൊക്കെ സഹായിക്കാനായിട്ട് ഈ LLB കൊണ്ട് പറ്റും എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി, സ്നേഹം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു. ഒരു പാട്ട് പാടിയാലോ? എന്നെ വിടൂല. ഞാന് മിനിഞ്ഞാന്ന് ടീച്ചറെ ഓ ആ ശശികല മാം, ഞാൻ വേറൊരു ക്ലാസ്സിൽ നിന്ന് കട്ട് ചെയ്താണ് ഇറങ്ങിയത് ടീച്ചറിന്റെ പോസ്റ്റ് കണ്ടിട്ട്. എനിക്ക് വയ്യ ടീച്ചറെ. ഒരു മിനിറ്റ് ടീച്ചറെ. ഞാൻ പാട്ട് പാടണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ശാലിനിയോട് മിനിഞ്ഞാന്ന് പറഞ്ഞു, ശാലിനി എന്നോട് ഇങ്ങനെ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞു. ഏത് പാട്ടുണ്ട്? നല്ല പാട്ട്. അപ്പൊ ശാലിനി പറഞ്ഞൊരു പാട്ടാണ്. അതുകൊണ്ട് ഈ പാട്ടും തെറ്റിപ്പോയാലും ശരിയായാലും ഒക്കെ പാട്ട് ശാലിനിയുടെ കുരുത്തക്കേടാണെന്ന് വിചാരിക്കാം. ശാലിനിയാണ് ഈ പാട്ട്. ഞാൻ ഏൽക്കുവാണ്. പക്ഷെ പാട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊക്കെ ഹൈപ്പിച്ചില് നമുക്കൊന്നും എത്താൻ പറ്റാത്തതാന്നൊക്കെ മനസ്സിലായത്. എന്നാലും ഞാൻ തളരുന്നില്ല, ഞാൻ പാടുവാണ്. എല്ലാരും സഹിക്കണം. അതുപോലെ ഞാൻ ഇന്ന് കോടതി ചെന്നപ്പോ ധനുജയോട് പറഞ്ഞു വൈകിട്ട് ഒരു പാട്ട് പാടാനൊക്കെ പറഞ്ഞിരിക്കണം. അപ്പം പറഞ്ഞു കരോക്കെ ഇട്ട് പാട്, അന്നേരം വലിയ കുഴപ്പമില്ല. അപ്പൊ ഇവര് ധനുജയുടെയും ഒരു സെലക്ഷൻ വെച്ചിട്ട് പാടുകയാണ്, കരോക്കെ വെച്ച് പാടുവാണ്. സോറി. And because of that, you are കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് കേൾക്കുന്നുണ്ട്. ഒരു ജാലകം വെള്ളി പൂങ്കാറ്റു പൂനിലാവോ, പൂനിലാവിൻ തേരിൽ വരും ഗന്ധർവനോ, മൗനത്തിൽ ഇടനാഴിയിൽ ഒരു ജാലകം.
മൗനത്തിൽ ഇടനാഴിയിൽ ഒരു ജാലകം. താങ്ക് യു. ഓ ജിബിയിലെ കേട്ടോ ജിബിയിലെ സന്യാസിയെയും ജിബിയിലെ വക്കീലിനെയും പിന്നെ ജിബിയിലെ ഗായികയെയും കൂടെ ഇന്ന് പരിചയപ്പെട്ടു എന്നുള്ളതാണ്. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. താങ്ക് യു. സ്പെഷ്യൽ താങ്ക്സ് ഷർമിളയ്ക്കാണ് കേട്ടോ. ഞാനിന്ന് നടത്തണ്ട, ഇത്രയും വിഷമത്തിനിടയിൽ അതൊന്നും നടത്തണ്ടെന്നൊക്കെ ഗീത ടീച്ചറിനോടും ഒക്കെ പറഞ്ഞു. അപ്പൊ ഷർമിളയൊക്കെ പറഞ്ഞ് നടക്കട്ടെ, കാര്യം ഇങ്ങനെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഈ വേദനയ്ക്കിടയിലും ഈ പ്രതികൂല സമയത്തിനിടയിലും ഇത്തരത്തിൽ പരിപാടി ഒരു സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് എന്റെ പാട്ട് പറഞ്ഞ ഷർമിളയ്ക്കും കേട്ടവർക്കും ഒക്കെ നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. അടിപൊളി. കരകിട്ട് താളം തെറ്റാതെ പാടാനും ഒരു പരിചയമില്ലാത്ത പാടത്തില്ല കേട്ടോ. ഓക്കെ, ഇനി മറ്റുള്ളവർക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാം അല്ലേ? ഇനി വീണ്ടും നമ്മൾ എന്താണ് അനുമോദന സ്പീച്ചിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കാം. ഓക്കെ, തുടങ്ങിക്കോളൂ, എല്ലാരും പറഞ്ഞോളൂ. ഇത് ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? സിവിൽ ആണോ, സിവിൽ കേസ് ആണോ, ക്രിമിനൽ ആണോ, അതോ സർവീസ് മാറ്റേഴ്സ് ആണോ? അങ്ങനെയില്ല ടീച്ചറെ, ഇപ്പൊ ഞങ്ങൾ എല്ലാം എടുക്കും. എല്ലാം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സീനിയർ വക്കീൽ എല്ലാം എടുക്കും. അങ്ങനെ ഇന്ന കേസൊന്നുമില്ല. ഇപ്പൊ ഞാൻ കേറിയ ദിവസം തന്നെ വക്കാലത്ത് ഒപ്പിട്ടു. ഇപ്പൊ 4 വക്കാലത്ത് ഓൾറെഡി ഞങ്ങൾ സൈൻ ചെയ്തു. പിന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കോടതി പോണം. സത്യം പറഞ്ഞാല് എനിക്കൊന്നും ആദ്യം പോയി യുവർ ഓണർ എന്ന് എപ്പോഴും വിളിക്കാനുള്ളൊരു ഇത് വരുന്നില്ല. പക്ഷെ ഇപ്പൊ പഠിച്ചു. കയറുമ്പോഴും തല ഒനിച്ച്, ഇറങ്ങുമ്പോഴും തല ഒനിച്ച്, എന്ത് പറയുമ്പോഴും യുവർ ഓണർ എന്നൊക്കെ പറയാൻ. സത്യം പറഞ്ഞാൽ ആദ്യത്തെ 2-3 പ്രാവശ്യമൊക്കെ നമ്പർ വായിക്കും. CC 3214 2023 എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്പർ മാത്രം നോക്കിയിരിക്കും. ബാക്കി പറയാനുള്ളതൊക്കെ അങ്ങ് മറന്നു. ആദ്യത്തെ പ്രാവശ്യം ഞാനൊരു 2 മിനിറ്റ് സ്റ്റക്കായി നിന്നുപോയി. എന്നിട്ടാണ് പറഞ്ഞത്. അങ്ങനെയില്ല, ഇപ്പൊ എല്ലാം എടുക്കുന്നുണ്ട് ടീച്ചറെ. എന്റെ സീനിയർ എടുക്കുന്ന എല്ലാം നമുക്ക് ചെയ്യാനൊക്കെ തരാം. ഡ്രാഫ്റ്റിങ്ങും റെപ്രസെന്റ് ചെയ്യാനൊക്കെ അത് പോവും. പിന്നെ നമുക്ക് ഗാന്ധിജി പോലും അല്ലേ മയങ്ങി വീണെന്നല്ലേ പറയുന്നത്? ഗാന്ധിജി പോലും ആദ്യം കയറിയപ്പോഴേ ഞങ്ങൾ മയങ്ങിയൊന്നും വീണില്ല, റെപ്രസെന്റ് ചെയ്തു. ജഡ്ജ് കുറെ ചോദ്യങ്ങളൊക്കെ 2ാമത്തെ പ്രാവശ്യം ചോദിച്ചു കേട്ടോ. നമ്മൾ പഠിച്ചോണ്ട് പോയതല്ലാതെ എന്തുകൊണ്ടാ പേയ്മെന്റ് താമസിക്കുന്നത്, അതെന്താ, ഇപ്പൊ എവിടം വരെ എത്തി, ഇതൊക്കെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. എനിക്ക് ഒരു അനുഭവം ഉണ്ട്. ഞാനൊരു കോടതിയിൽ കയറേണ്ട ഒരു അനുഭവം വന്നു. അപ്പൊ വീട്ടിലെ ഒരു വസ്തു പ്രശ്നമൊക്കെ ആയിട്ട് അപ്പൊ എനിക്ക് കയറാൻ ഭയങ്കര പേടിയാണ്. എന്ന് വെച്ചാൽ കയറണമെന്ന് പറഞ്ഞപ്പം തൊട്ട് ഒരാഴ്ച മുമ്പ് തൊട്ട് അങ്കലാപ്പാണ്. എങ്ങനെ കോടതി കയറും? എന്റെ മകൻ അഡ്വക്കേറ്റ് ആണ്, ബ്രദർ അഡ്വക്കേറ്റ് ആണ്. പക്ഷെ എനിക്ക് കയറാൻ പേടി. എന്തായാലും ഞാൻ കയറി. അപ്പം വക്കീൽ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ വക്കീലിനോടാണ് മറുപടി പറയുന്നത്. അപ്പം വക്കീൽ പറയും അല്ല മജിസ്ട്രേറ്റിനെ നോക്കി പറയണമെന്ന്. അങ്ങനെ എന്നോട് ഒരു 3-4 പ്രാവശ്യമെങ്കിലും പറഞ്ഞു മജിസ്ട്രേറ്റെ നോക്കി പറയാം. കാരണം ചോദിക്കുന്ന ആളിനോടായിരിക്കും നമ്മൾ മറുപടി പറയുന്നത്. വക്കീല് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ വക്കീലിനോടാണ് സാധാരണ പറയുന്നത്. പക്ഷെ അവരൊപ്പം നമ്മളെ ചൂണ്ടി പറയാം അതെല്ലാം മജിസ്ട്രേറ്റിനോട് പറയണം. അങ്ങനെ ഞാൻ 3-4 പ്രാവശ്യം. പക്ഷെ ഒരു പ്രാവശ്യം കയറിയോടെ എനിക്ക് പേടി മാറി. ഇനി ഏത് കോടതി എവിടെ വേണേലും കയറാം എന്നുള്ള ഒരു ഭയം അങ്ങ് മാറി എന്നുള്ളതാണ് ഒരു അനുഭവം തന്നെ. ആദ്യത്തെ പ്രാവശ്യം നമുക്ക് നല്ല പേടിയുണ്ട്. കാരണം റോൾ കോൾ വിളിക്കുമ്പോൾ നമ്മുടെ നമ്പർ കഴിഞ്ഞു പോയാൽ പിന്നെ അത് മാറ്റി വെക്കും. പിന്നെ നമുക്ക് ആ സംഭവം പിന്നെ ഒന്ന് റീടേക്ക് ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് നമ്മുടെ നമ്പർ വിളിക്കുന്നത്. CCA, റിവ്യൂ പെറ്റീഷൻ, ഇങ്ങനെ RP എന്നൊക്കെ പറഞ്ഞ് പല പല ഷോർട്ട് ഇതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു നിൽക്കും. നമ്മുടെ കോള് വിളിക്കുമ്പം ഫോർ ദ കംപ്ലൈന്റ് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ്, പരാതിക്കാരന് വേണ്ടിയിട്ടാണോ പ്രതിക്ക് വേണ്ടിയാണോ എന്നൊക്കെ നമ്മൾ അപ്പൊ തന്നെ പറയണം. അല്ലെങ്കിൽ ഉടനെ അടുത്ത് വിളിക്കും നമ്മുടെ അടുത്ത ആളുടെ. ടീച്ചറിന്റെ അനുഭവം പങ്കുവച്ചതിൽ താങ്ക് യു ടീച്ചറെ. എസ്ത ടീച്ചർ എന്താ പറയാൻ തുടങ്ങിയാലേ? എസ്ത ടീച്ചറെ, ഞാൻ ആ ലയിച്ച് പാടുന്നത് ആസ്വദിച്ചിരിക്കുവായിരുന്നു. എല്ലാം ലയിച്ചാണ് പാട്ട് പാടിയത്. ഞാൻ ശാലിനിക്ക് വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ ഈ പാട്ട് എടുപ്പിച്ചതിനല്ലേ? അതെ. ഇത്രയും കഷ്ടപ്പെട്ട പാട്ട് ലിപിനെ കൊണ്ട് പാടിച്ചതിന്. പിന്നെ സർവകലാ വല്ലഭ ആയതുകൊണ്ട് എല്ലാം എന്താ പറയണേ, എല്ലാത്തിനും പീസാണ്. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. കോടതിയിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും കൊച്ചുകുട്ടികളുടെ അടുത്താണെങ്കിലും അമ്മൂമ്മമാരുടെ അടുത്താണെങ്കിലും മെയിൽ ഫ്രണ്ട്സിൻ്റെ ഫീമെയിൽ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെ അടുത്ത്
എവിടെ വേണമെങ്കിലും വീണ പൂച്ച 4 കാലിൽ വീണ പോലെ ജിബി ടീച്ചർ 4 കാലിൽ വീണു. എസ്തർ ടീച്ചറെ രാമകഥാ ഗാനലയം പാടാനിരുന്നതാ. ഞാൻ ഇവിടെ കൊണ്ടെത്തിച്ചില്ലേ. അത്രയും ഭയങ്കര ആണല്ലോ ഇപ്പൊ ആള്. അതാണ് ആ റേഞ്ചാ. അപ്പൊ അവിടുന്ന് ഞാൻ നല്ല എന്നെ താഴെ പിടിച്ചോണ്ട് വന്നതാ. ഓക്കെ ഓക്കെ Yes, എല്ലാം yes. നന്നായി വരട്ടെ. Okay, teacher, thank you. Hello, Sarah, please. hello, Gibi madam. My hearty congratulations. You are Thank you. ഇത്രയും വലിയ ഒരാള്. എനിക്ക് ആ ആളെ പരിചയമുള്ളതിൽ തന്നെ എനിക്കൊരു ഐ ഫീൽ പ്രൗഡ്. ഈ ഇപ്പം ജോലിക്ക് പോയും ഈ വക്കീലിന്റെ പൊസിഷനിൽ അവിടുത്തെ വർക്കിങ്ങും എല്ലാം കേട്ടിട്ട് എനിക്ക് ഐ റിയലി നല്ല പ്രൗഡായിട്ട് തോന്നുന്നു. ഗീത മാഡം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നല്ലതായിട്ട്. അതുകൊണ്ടൊരു ഫുൾ പിക്ചർ സാധാരണ നമുക്ക് ജിബി ടീച്ചർ നമ്മുടെ ഫ്രണ്ടാന്ന് പറയുന്നതിന് ഭയങ്കര പ്രൗഡ് വരും അല്ലേ? അതാ പ്രൗഡായിട്ട് തോന്നി. അതുകൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ആയിട്ടിരിക്കുന്നവർക്ക് മുമ്പ് ഞാൻ എന്റെ വാ വിളിക്കത്തില്ല. പക്ഷെ ഐ ഫെൽറ്റ് വെരി ഹാപ്പി. കേറി കേട്ടപ്പം തൊട്ട് എത്ര അവാർഡ്സാ ഇതെല്ലാം. ഏതായാലും ഗീത മാഡം എല്ലാം പറഞ്ഞോണ്ട് ഒരു റിയൽ പിക്ചർ ജിബി മാഡത്തിന്റെ കിട്ടിക്കഴിഞ്ഞു. അപ്പം ജിബി മാഡത്തിനുള്ള ഒരു അറ്റാച്ച്മെന്റ് ഇറ്റ്സെൽഫ് ഞങ്ങൾക്ക് ഒരു പ്രൗഡായിട്ട് തോന്നുന്നു. ഞാൻ ഒന്നാമത് ഒരു ഔട്ട്സൈഡർ ആയിട്ട് ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ ഒക്കെ കേറില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഗോവായിൽ പോയപ്പോ. അതൊന്നും ഞാൻ മറക്കത്തില്ല. എനിവേ ഇറ്റ് ഈസ് ഗ്രേറ്റ് ലേഡി യു ആർ. വി ആർ പ്രൗഡ് ഓഫ് യു. അതിന്റെ കൂടെ ഈ പാട്ടും കൂടെ പിടിച്ചെടുത്തല്ലോ. പാട്ടും പാടാൻ അറിയാലോ. ഡാൻസ് ചെയ്യും. ഗോവായിൽ പോയപ്പോ കൈ അനക്കാത്ത എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യിച്ചാണ്ട് എന്റെ വീഡിയോ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഐ സംടൈംസ് അത് കാണാറുണ്ട്. ഒരു ഓൾറൗണ്ടർ എന്തോ പറയണ്ടേ എനിക്കറിയത്തില്ല. സർവകലാ വല്ലഭ ഞാൻ പറഞ്ഞു. സർവകലാ വല്ലഭം. അതെ. എനിവേ ഞങ്ങൾ എല്ലാരും പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് അസോസിയേറ്റഡ് വിത്ത് ജിബി മാഡം. all good wishes and may God bless you. Thank you, ma'am. To shine more and more and to reach in the higher level in your present position. Okay? Thank you, teacher. Thank you very much and God bless you. Thank you. ഞാനോട് ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. സാറാമ്മ ടീച്ചർ എസ്തർ ടീച്ചർ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം ജിബി ടീച്ചർ എന്റെ ഗൈഡാണ്. എവിടെ പോയാൽ ജിബി ടീച്ചറിന്റെ ആയിരുന്നോ. അപ്പൊ ഞാൻ പറയുമ്പം എനിക്ക് എന്തൊരു സന്തോഷാന്നറിയോ. അപ്പൊ ഒരു ഗൈഡ് സ്റ്റുഡന്റ് റിലേഷനപ്പുറം ഇവിടെ വീട്ടിലെല്ലാവരും പറയുന്നത് അവരെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ജിബി ടീച്ചർ വഴി എന്നെ. ഇപ്പൊ കേൾക്കാമോ ടീച്ചറെ? ഇപ്പൊ കേൾക്കാമോ? ഹലോ, ഇവിടെ വീട്ടിലെല്ലാവരും പറഞ്ഞ അവരെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങള് ജിബി ടീച്ചറിനെ കൊണ്ട് എന്റെ അടുത്ത് സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്ന അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ആണ്. അതെനിക്ക് എല്ലാവർക്കും എന്നോട് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. എനിക്കും ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആയതില് ടീച്ചറിന്റെ ഒപ്പം കുറച്ചുനാൾ എങ്കിലും വർക്ക് ചെയ്യാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷം. അത് വാക്കുകൾക്ക് അതീതമാണ് എന്റെ സന്തോഷം. ക്ഷമാപണം കൂടെ പറ. പാട്ട് സെലക്ട് ചെയ്ത് ഞാൻ പറയുന്നില്ല. ശാലിനി അങ്ങനെ പറഞ്ഞോണ്ടാ ഞാനത് എടുത്തത്. അല്ല അത് നല്ലതാ. പാടാൻ എളുപ്പമുള്ളതിനേക്കാൾ നല്ലത്. അത് തന്നെ. ഓക്കെ ടീച്ചർ. ഒരു പ്രശ്നവും പറ്റിയില്ല ജിബി. നല്ല പാട്ടായിരുന്നു കേട്ടോ. ഒരു പ്രശ്നവും പറ്റിയില്ല. താങ്ക് യു ടീച്ചർ. താങ്ക് യു. ഹൈ പിച്ചില് പോണ്ട പാട്ടായിരുന്നു അല്ലേ ഇത്. നല്ലോണം പോയത്. പിച്ചൊന്നും തെറ്റാതെ പോയി അത്. അതാണ് ഗീത ടീച്ചർ അതിന് ഫുൾ മാർക്ക് തന്നെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ട. അതെന്തെന്നറിയാ ടീച്ചറെ, ആദ്യത്തെ 4 പേര് കേട്ടിട്ടുണ്ട്. അപ്പൊ അടുത്ത അനുപല്ലവിയൊക്കെ ഇത്ര ഹൈ ലെവലാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഇന്ന് രാവിലെയൊക്കെ എടുത്തു വെച്ചപ്പോഴാണ് എനിക്ക് ഇത്രയും പൊക്കത്തിൽ അങ്ങ് പോണോന്നൊക്കെ മനസ്സിലായി. പിന്നെ ഞാൻ വിചാരിച്ചാ ഇനിയും ഗിവപ്പ് ചെയ്യേണ്ട, എന്തായാലും പോവാൻ അധ്യാപകരായാലും ശരിക്കും പറഞ്ഞാൽ സകല കലാ വല്ലഭന്മാരായിരിക്കണം അല്ലേ. വല്ലഭകളായിരിക്കണം എന്നല്ലേ ശരിക്കും പറഞ്ഞാലല്ലേ. കുട്ടികളുടെ മുമ്പിൽ എന്തെല്ലാം കോപ്രായങ്ങളും എന്തെല്ലാം ആട്ടങ്ങളും തെമ്പർപ്പുകളും കാണിച്ചാല് നമ്മളൊരു ശരാശരി അധ്യാപികയാവും അല്ലേ. ഇനി എന്റെ ലോ കോളേജിലെ ഫ്രണ്ട് ധനുജ ഇതിനകത്ത് കയറത്തുണ്ട്. ധനുജയാണ് ഈ പാട്ടിന് കരോക്കെ ഇട്ട് പാടണം എന്നൊക്കെ പറഞ്ഞു എന്നെ
അത്രയും ഹൈപ്പിച്ചിലെടുത്തു. ചേച്ചി ജിബി ചേച്ചി ഞാൻ റെഗുലർ ബാച്ചാണ്. പകുതിക്ക് വെച്ച് 4th സെമസ്റ്റർ തൊട്ടാണ് ജിബി ചേച്ചിയെ പരിചയപ്പെട്ടതും. ഞങ്ങള് പരിചയപ്പെട്ട ആ ഒരു എന്താ പറയാ മൊമെന്റ് തൊട്ട് തന്നെ ചേച്ചി എന്തോ മുൻകാല പരിചയം പോലെയാണ് ഞങ്ങൾ ഇപ്പോഴും സ്റ്റിൽ. ജിബി ചേച്ചി എന്ന് പറഞ്ഞാല് വയസ്സൊക്കെ പറഞ്ഞൂടെ, അച്ചീവ്മെന്റ്സ് ഒക്കെ ഇതിന്റെ പകുതി പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത്രയും വലിയൊരു ആളുടെ കൂടെയാണ് ഞാൻ നടക്കുന്നത്. ഐ എം സോ പ്രൗഡ് ഓഫ് യു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്നത് ജിബി ചേച്ചിക്ക് അത് ആബ്സല്യൂട്ട്ലി പൊരുത്തമുള്ളതാണ് ആ ഒരു ഫ്രേസ്. ബിക്കോസ് ഷീ ഈസ് വെരി വൈബ്രന്റ് ഇൻ അവർ ഗ്രൂപ്പ്. ക്ലാസ്സിലായാലും ഫെയർവെൽ നടത്താനായാലും ഓണത്തിനായാലും എന്തിനും എന്താ പറയാ കൊച്ചു പിള്ളേര് തൊട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് ഈവനിങ് ബാച്ചില്. പക്ഷെ ഷീസ് റിയലി എന്താ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. എന്താ ഒരു സ്പീച്ച് തുടങ്ങിയാലും എന്തോ ഞാൻ എപ്പോഴും പറയും ജിബി ചേച്ചിയുടെ സ്പീച്ച് എന്ത് കൊടുത്താലും അതിലൊരു യുണീക്നെസ് ഉണ്ടായിരിക്കും. പിന്നെ എന്താ ഫ്രീ ഫ്ലോ വാക്യൂം ഇവാപറൈസ്ഡ് സോൾട്ട് പോലെയാണ് വാചകങ്ങള് വരുന്നത്. അതും ശരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഒരു പോസിറ്റീവ് ഓറ എപ്പോഴും ചേച്ചിയുടെ അടുത്ത് ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ്. ഐ എം സോ പ്രൗഡ് ഓഫ് യു. എങ്ങനെ ഈ പറഞ്ഞ പോലെ ഓൾറൗണ്ടർ എന്നോ എങ്ങനെ വിശേഷിപ്പിക്കണോന്ന് അറിയത്തില്ല. ഷീസ് എക്സ്ട്രാ ഓർഡിനറി എന്ന് വേണമെങ്കിൽ പറയാം, യുണീക്ക് ആണെന്ന് പറയാം. ഷീ ഡിസേർവ്സ് ഓൾ ദീസ്. And a very good personality, very good human being. Very nice that I am with you now. ഇപ്പൊ LLB പ്രൊഫഷനിൽ കയറിയതിനു ശേഷവും നന്നായിട്ട് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കും. അപ്പം നമ്മളെ റെപ്രസെന്റ് ചെയ്യാൻ ഞങ്ങളുടെ സീനിയർ ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. DT കോടതിയില് ചേച്ചിയുടെ അടുത്ത് ജസ്റ്റ് 1-2 വാക്കുകൾ, ഞങ്ങൾക്ക് ആ കേസും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, കേസ് പഠിച്ചില്ല. ഞങ്ങളുടെ സീനിയറിന് ഒരുപാട് കേസ് അന്ന് ഉണ്ടായിരുന്നു, ക്രോസും വിസ്താരവും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ തന്ന് ഇത്രയും പറഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ കയ്യിൽ ഒരു D2യുടെ ഒരു കേസ് കൊടുത്ത് റെപ്രസെന്റ് ചെയ്യാൻ വിട്ടു. അവിടെ ചെന്നപ്പോഴത്തേക്കും ജഡ്ജ് ആണെങ്കിൽ ചേച്ചി ഒന്ന് കുറെ കുടഞ്ഞു. അപ്പം അത് പിടിച്ചു നിന്ന് ആ ജഡ്ജ് തന്നെ മീൻസ് ഹി ഗോട്ട് കൺവിൻസ്ഡ്. അത് ചേച്ചിക്ക് കേസ് പോലും പഠിക്കാതെ അത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അഡ്വക്കേസിയിലും ഷീ വിൽ ഷൈൻ, അത് ഫോർ ഷുവർ, അത് 10% ഷുവർ ആണ്. ഓൾ ദി ബെസ്റ്റ് ചേച്ചി. ഇനിയും പല നേട്ടങ്ങളും ചേച്ചിക്ക് ഉണ്ടാവട്ടെ. വി ഓൾ പ്രേ ഫോർ യുവർ ഹാപ്പിനെസ്, ഹെൽത്ത് ആൻഡ് എവറിഥിങ് ഫോർ യു. യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് മിറക്കിൾസ്. താങ്ക് യു സോ മച്ച് തനുജ. താങ്ക് യു. തനുജ എന്നോട് ഒരു വാർണിംഗ് തന്നതാണ്, ഈ പാട്ട് എടുക്കണ്ട. അവിടെ വന്നതല്ലേ? അതെ. ഒരു കാര്യം കൂടെ പറഞ്ഞു. ധനുജ എന്നോട് പറഞ്ഞു, ചേച്ചി ഈ പാട്ട് പാടണ്ട, വേറൊരു പാട്ട് പാടിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടെ പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. ഏത് പാട്ടായിരുന്നു ധനുജ? മലർക്കൊടി പോലെ. മലർക്കൊടി പോലെ. അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്ന് പാടിയായിരുന്നു. അപ്പം പറഞ്ഞു ആ പാട്ട് പാടി ചേച്ചി, അതാണെങ്കിൽ ഒന്നുമല്ലേ നേരത്തെ പഠിച്ചതെങ്കിലും ആണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ശാലിനി പറഞ്ഞതാ ഈ പാട്ട് പാടാൻ, പാടാന്ന് പറഞ്ഞു. പാടിയാലോ? കുഴപ്പമൊന്നുമില്ലായിരുന്നു ടീച്ചറെ, സൂപ്പർ ആയിരുന്നു, നല്ലതായിരുന്നു. ധനുജ മലർക്കൊടി പോലെ ഒന്ന് പാടിയേരെ, നമ്മൾ രണ്ടും കൂടെ പാടിയത്. അല്ല, അങ്ങനെ പാടിയ രണ്ടും രണ്ടാ സൗണ്ട് ഒക്കെ. ധനുജ പാട്. ഇല്ല, ചേച്ചിക്ക് പറ്റും, ചേച്ചിയും കൂടെ കൂടിക്കോ. പാടിക്കോ ജിബി? Okay, this is all dedicated for all the members in this group. എല്ലാവരും. സോ ഞാൻ ഇതില് കുറെ പേര് എനിക്കറിയാം പേഴ്സണലി. സൂസൻ ടീച്ചർ, സാറാമ്മ മാം ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ, മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലെ, മയങ്ങൂ നീ എൻ മടിമേലെ, അമ്പിളി നിന്നെ പഴകി അമ്പരം
കൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ മയങ്ങൂ നീ എൻ മടിമേലെ എന്റെ മടിയെന്നും നിന്റെ പൂമഞ്ചം എൻ മനമെന്നും നിൻ പൂങ്കാവനം ഈ ജന്മത്തിലും വരും ജന്മത്തിലും ഇനി എൻ ജീവൻ താരാട്ടായൊഴുകേണമേ മധുകണം പോലെ മഞ്ഞിൻ മണി പോലെ മയങ്ങൂ നീ നിലതമേലെ മയങ്ങൂ നീ എൻ മടിമേലെ ആരിരാരോ ആരിരാരോ ആരിരോ ആരിരാരോ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലെ മയങ്ങൂ നീ എൻ മടിമേലെ. കുഴപ്പമില്ല. നന്നായിരുന്നു. അപ്പൊ നിങ്ങള് വക്കീലന്മാരെല്ലാരും കൂടെ ഒരു പാട്ട് സദസ്സൊക്കെ ഉണ്ടായിരുന്നിരിക്കുമല്ലോ അവിടെ അല്ലേ? അതെ അതെ. അവിടെ ഞങ്ങൾക്ക് പാട്ട് ഏത് പ്രോഗ്രാം വന്നാലും പാട്ട് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് എല്ലാം ജിബി ചേച്ചിയായിരുന്നു. ഞങ്ങൾ പിറകെ നിൽക്കത്തേ ഉള്ളൂ, പക്ഷെ ഞങ്ങൾ തള്ളി വിടുന്നത് എല്ലാം ജിബി ചേച്ചിയായിരുന്നു. സൂപ്പർ 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 നന്നായി പാടി ധന്യ മാഡം. പരിചയപ്പെടാം പിന്നെ എപ്പോഴെങ്കിലും. ഓക്കെ, നമ്മുടെ ഈ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ ചീഫ് ഗസ്റ്റിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. സാധാരണ പാട്ടാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോ നമുക്ക് ഇന്ന് പാട്ട് പാടാൻ മറ്റേ അലീനയാണ് പറഞ്ഞിരുന്നത്. അലീനയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അടുത്ത ആളിനെയും ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ആളും ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും പാട്ടൊക്കെ പാടിയിട്ട് ഇനി വീണ്ടും വേണോ പാട്ട്? അയ്യോ, എന്തായാലും ഒരു പാട്ടുകാരി വന്നതല്ലേ, നമ്മൾ ക്ഷണിച്ച ആളെ പാടിക്കോ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ രേവതിയുടെ പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. രേവതി പ്ലീസ്. ഗുഡ് ഈവനിങ്. നല്ല പാട്ടായിരുന്നു. എന്റെ മോൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പാട്ട്. കൺമണിയിലെ വാ കനവിൻ തിരകളിൽ ഒഴുകി വാ നാടിൻ നായകനാകുവാൻ എന്നോമനെ ഉണരു നീ അമ്മപ്പുഴയുടെ പൈതലായി അന്നൊഴുകി കിട്ടിയ കർണനായി നാടിനു മുഴുവൻ സ്വന്തമായി എൻ ജീവനെ വളരു നീ കുടിൽ മേയുവാൻ മുകിലുകൾ അതിൽ മാറിവിൽ ചുവരുകൾ നിനക്കൊരു കുടം കുളിരുമായി പുതുമഴ മണി വരവാം ഞാനൊരു നരൻ പുതുജന്മം നേടിയ നരൻ ഓഹോ നരൻ ഞാനൊരു നരൻ. താങ്ക് യു രേവതി. രേവതി നമ്മുടെ ഗാന്ധി ട്രെയിനിങ് കോളേജിലെ സ്റ്റുഡന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ കുറച്ച് മുന്നേ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ രേവതിയോട്. താങ്ക് യു രേവതി. ഓക്കെ, അപ്പൊ നമ്മുടെ മാം വന്നപ്പോ കണ്ട ബാച്ച് സെക്കൻഡ് ഇയറോ ഫസ്റ്റ് ഇയറോ? ഫസ്റ്റ് ഇയർ ആണ്. അന്ന് മാമിനെ വന്ന് പരിചയപ്പെട്ടു, സംസാരിച്ചു. പരിചയപ്പെട്ടു. അതെ അതെ അതെ. മോളെ രേവതി, താങ്ക് യു സോ മച്ച്. ഗിഫ്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു ടീച്ചർ. താങ്ക് യു താങ്ക് യു. അതിലെ കുഞ്ഞാവള് താങ്ക് യു ആണ് ഭയങ്കര രസം. രേവതിയുടെ മോളാറ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ സ്നേഹസമ്മാനമായതും കൂടി നൽകുകയാണ്. നമുക്കിനി ഔട്ട് ഓഫ് താങ്ക്സിലേക്ക് പോയാലോ? അർസല മാം പ്ലീസ്. Okay. Okay, good evening to all.
നമ്മുടെ അധ്യക്ഷൻ പ്രൊഫസർ ജേക്കബ് മാത്യു സാർ, ഇന്നത്തെ ചീഫ് ഗസ്റ്റ്, എനിക്ക് എന്തൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും അഡ്വക്കേറ്റ് ഡോക്ടർ പ്രൊഫസർ GD ഗീവർഗീസ്, ഡോക്ടർ MS ഗീത, കോർഡിനേറ്റർ ശർമിള, അതുപോലെ എല്ലാ ഫ്രണ്ട്സിനും. അത്യാവശ്യം ആരൊക്കെ പറ്റും ഞാനിങ്ങനെ ആലോചിച്ച്, ഞാൻ ബൊട്ടാണിക് ഗാർഡനിൽ ഒരു 5 വർഷം വർക്ക് ചെയ്ത സയൻസ് ആകാമെന്ന് പഠിച്ചു. അവിടെ സയന്റിസ്റ്റ് ആകാം, അതുപോലെ തന്നെ തിരിച്ചും അങ്ങനെ എനിക്ക് മനസ്സിലായ കാലഘട്ടം. ഇപ്പോഴേ ആലോചിക്കുന്നത് നല്ല അഡ്വക്കേറ്റുമാരോ പറ്റും എന്നുള്ളത്. പക്ഷെ ഈ വാചാരമായി സംസാരിക്കുന്ന ആർക്കും അഡ്വക്കേറ്റ് ആകാം എന്നാണ് തോന്നുന്നത്. അവർക്ക് അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അത് നമ്മൾ ചെറുതിലെ ഒരു പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയാം, നമ്മൾ തന്നെ കൊച്ചിലെ നമ്മുടെ അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, അധ്യാപകർ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാലും ചിലർ പറയും, ചിലർക്കുണ്ടല്ലോ, ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഒരു ടീച്ചർ പറയും, പിന്നെ പ്രസംഗം വേറെ പഠിപ്പീര് വേറെ എന്നൊക്കെ പറയും. പക്ഷെ എന്ന് പറയുന്ന പോലെ എവിടെയും എന്തോ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള മിടുക്കരാണ് എപ്പോഴും. അങ്ങനെയുള്ളവരെ എനിക്ക് തോന്നുന്നു ഈ അഡ്വക്കേറ്റുമാരായിട്ട് പോയിട്ട് കാര്യമുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും കരുതാറുണ്ട്. പക്ഷെ ജിവി ആ ഒരു കൂട്ടത്തിലാണ്, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ജിവിക്ക് അത് കിട്ടിയത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ ഞാൻ ധൈര്യമായിട്ട് പറയാം, അത് മാർ തിയോഫിലിസിന്റെ ഒരു പഠിച്ചതോടല്ലേ, ബി എഡ് പഠിച്ചതോടെയാണ്. അപ്പൊ ആ പഠനകാലം തൊട്ട് പിന്നീട് അവിടെയുള്ള സർവീസും അവിടെ കൂടെ വർക്ക് ചെയ്തവരും എല്ലാവരുടെയും ഒരു പ്രചോദനം അല്ലെ, അവിടെ നിന്നാണ് ഒരു പക്ഷേ ഒരു മോട്ടിവേഷൻ അങ്ങനെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് ഞങ്ങള് കണ്ട കാലം തൊട്ടെന്ന് പറഞ്ഞത്, പക്ഷെ ഒരു 90 തൊട്ടൊക്കെ ഞങ്ങൾക്ക് പരിചയമാണ്. ആ കാലഘട്ടം തൊട്ടേ ജിവി അതുപോലെ നല്ല ആക്റ്റീവായിട്ട്, ഇപ്പൊ ഇവിടെ തനുവൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല ആക്റ്റീവായിട്ടാണ്. കോളേജിലും അതേ രീതി തന്നെയായിരുന്നു. നമുക്കറിയാം എല്ലാത്തിനും മുമ്പിൽ നിൽക്കുക എന്നുള്ള ഒരു പ്രിൻസിപ്പൽ ആയില്ല എന്നേ ഉള്ളൂ, പക്ഷെ അതിന്റെ എല്ലാ സ്റ്റെപ്പുകളും കടന്ന് ആ സ്ഥിതി വരെ എത്തി എന്നുള്ളതാണ് ഒരു. ഈ വീട്ടുകാർ എത്രമാത്രം സാക്രിഫൈസ് അനുഭവിച്ചു കാണുമെന്ന് ഞാനിപ്പോ ആലോചിക്കുകയായിരുന്നു. ജോലി കഴിഞ്ഞ് ഓടി വന്ന് വീട്ടിൽ വന്നൊരു ചായ, എന്റെ ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ നമ്മൾ വന്ന് ചായ ഇട്ട് കൊടുക്കാതെ പറ്റില്ല, തന്നെ എത്തിക്കാനോ ഒന്നും അറിയില്ല. അപ്പൊ അത് പഠിപ്പിച്ച് വെച്ചിട്ട് കിട്ടാന്നുള്ളതാണ്. അപ്പൊ എനിക്ക് രാത്രി 9 കാത്തിരിക്കുക, 9 മണി വരെ ഒരു ഭാര്യ വരുന്നതും കാത്ത് ഹസ്ബൻഡും മക്കളും ഒക്കെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യാത്ത ഒരു കാര്യമാണ്. എന്നാലും ആ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് വെളിയിൽ നിന്നും വരുന്ന മോട്ടിവേഷൻ അല്ല, അത് ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷൻ തന്നെ. ഞാൻ ഇന്നത് ജോജു ജോണിന്റെ ക്ലാസ് കേട്ടിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. ജോജു അതൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്ന് അവിടെ മാർ തിയോഫിലിസിനെ പറ്റി ഒരു ഇതുണ്ടായിരുന്നു, ഒരു പരിപാടി ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് ഇങ്ങോട്ട് കയറിയത്. അപ്പൊ ഞാൻ നിങ്ങളെ എല്ലാം ഓർത്തു എന്നുള്ളതാണ്. അപ്പൊ ശാലിനി ആയാലും എല്ലാവരും ഈ പറയുന്ന പോലെയാണ്, ഒരു മോട്ടിവേഷനാണ്. അവിടെ വർക്ക് ചെയ്തെന്ന് പറയുന്നത് തന്നെ അതൊരു മോട്ടിവേഷനാണ് എല്ലാവർക്കും തന്നെ. അവിടെ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനം വേറെയാണ്. അപ്പൊ എന്തായാലും ഒരു അഡ്വക്കേറ്റ് ആകാൻ എന്ത് പിന്നെ ഇതായാലും ഒരു പ്രചോദനമായാലും, ഇപ്പൊ വീട്ടുജോലിക്കാരിൽ നിന്ന് കിട്ടിയ ഒരു പ്രചോദനം ഒരു കേസിൽ നിന്ന് കിട്ടിയതാണെങ്കിലും നമുക്ക് ഇനി പഠിക്കണം എന്നുള്ള ഒരു താല്പര്യം. ഇപ്പൊ ഗീത പറയുന്ന MA കഴിഞ്ഞപ്പോഴേ നിർത്തണം തോന്നിയ പോലെ തന്നെയാണ് എനിക്ക്. ഞാൻ BEd കഴിഞ്ഞപ്പോ ഇനിയും പഠിക്കില്ല, ഇനിയും ജന്മത്ത് പഠിക്കത്തില്ലെന്ന് തീരുമാനിച്ച പക്ഷയാണ് ഞാൻ MEd പോയതും പിന്നെ PhD എടുത്തതും അല്ല. പക്ഷെ അതുകൊണ്ട് ഒരുപാട് MA എടുക്കാനും അങ്ങനെയൊന്നുള്ള ഒരു താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല. ഗീത പറഞ്ഞ പോലെ അതേ ഒരു അനുഭവം തന്നെയാണ്. പക്ഷെ നമ്മളും കുറെയൊക്കെ ഇതുപോലെ നമ്മുടെ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇത്രയും വർഷമൊക്കെ വർക്ക് ചെയ്തു, അതൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അതിലാണ് ഏറെ അഭിനന്ദനം അറിയിക്കുന്നതെന്ന് പറയുന്നത്. ഇത്രയൊക്കെ ഈ വർക്ക് ചെയ്ത് അല്ലെ ഈവനിങ് കോഴ്സിന് പോയി പിന്നെ LLB എടുക്കുക, അത് കഴിഞ്ഞ ഒരു അഡ്വക്കേറ്റ് ആകുക. ഇനി എത്ര കാലം വേണമെങ്കിലും വർക്ക് ചെയ്യുക. ആരോഗ്യമുള്ള എനിക്കൊന്ന് അഡ്വക്കേറ്റന്മാർക്കൊന്നും റിട്ടയർമെന്റ് ഇല്ലല്ലോ, അതുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും വർക്ക് ചെയ്യുക, ആരോഗ്യമുള്ളിടത്തോളം വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ജിവിയുടെ ഇനി ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അതിനുള്ള ഒരു ഇത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നല്ല എല്ലാവർക്കും ഒരു പ്രയോജനം, നമ്മുടെ അധ്യാപകർക്കൊക്കെ തന്നെ പ്രചോദനമായിട്ടുള്ള സുജിബിയുടെ ഒരു ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഒരു പക്ഷെ പലരും ഇത് കണ്ട് ഇനി പലരും ഇതിലോട്ട് പോയെന്ന് വരും, ഇനി ഒരു മോട്ടിവേറ്റഡ് ആയെന്ന് വരും. എന്തായാലും ഇത് വേണ്ടാന്ന് വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് പേരെ അനുമോദിച്ചിട്ടുണ്ട്. PhD കിട്ടിയവരൊക്കെ അങ്ങനെയുള്ളവരെയാണ് കൂടുതൽ നമ്മുടെ കൂട്ടത്തിൽ. പിന്നെ നമുക്ക് എടുക്കാവുന്ന വലിയ ഡിഗ്രി PhD ആണ്. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെയാണ് നമ്മൾ കൂടുതൽ അനുമോദിച്ചിട്ടുള്ളത്. ഇപ്പോഴാണ് ഒരു പ്രൊഫഷൻ തിരിഞ്ഞ്, നമ്മുടെയൊക്കെ പ്രൊഫഷൻ വിട്ടിട്ട് വേറൊരു പ്രൊഫഷനിലോട്ട് തിരിഞ്ഞ് ഒരാളിനെ നമ്മൾ അനുമോദിക്കുന്നെന്ന് പറയുന്നത് ഇപ്പം ജിബിയെ തന്നെയാണ്. അപ്പൊ ഏത് പ്രൊഫഷനും ഒരു അധ്യാപികയ്ക്ക് പറ്റും. അതുപോലെയാണ് ആ പാട്ടുപാടിയൊക്കെ. ഞാൻ സർവകലാ വല്ലഭ എന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ്. നമ്മള് ടീച്ചേഴ്സിനെ പറയത്തില്ലേ ടാലന്റഡ് ആയിരിക്കണം എന്ന് പറയുന്നത്.
ഏത് വിധത്തിലും ടാലന്റഡ് ആയിരിക്കണം അധ്യാപകർ എന്ന് പറയുന്ന പോലെ ഇതെല്ലാം തന്നെ അതെല്ലാം എനിക്ക് ഇപ്പോഴും ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് ഇത് തിയോഫിലിസിന്റെ ഒരു അവിടുന്ന് കിട്ടിയ പ്രചോദനം തന്നെയാണ്. അത് ഏതായാലും എന്റെ വീട്ടിലെ ഹസ്ബൻഡും മക്കളും ഒക്കെ തന്നെ, മക്കളും നല്ല ഡാൻസുകാരൊക്കെയാണ്, ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ സിനിമാറ്റിക് ഡാൻസും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഫാമിലിയും നല്ലൊരു സപ്പോർട്ടും. ഈ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഹസ്ബൻഡിന്റെ ആയാലും മക്കളുടെ ആയാലും ആ ഒരു സപ്പോർട്ടും അതുപോലെ സ്റ്റാഫിന്റെയും കൂട്ടുകാരുടെയും ഇപ്പൊ തന്നെ എത്ര ഫ്രണ്ട്സ് ആണ് ഇതിനകത്ത് കയറിയിരിക്കുന്നതെന്ന് നോക്കുക. അപ്പൊ അവരുടെ എല്ലാ ഒരു സപ്പോർട്ടും എല്ലാം കൊണ്ടും ജിബിക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാം ഞങ്ങൾ ഇതിനകത്ത് വന്നതിൽ ഇവന്റ് ഡെലിബറേഷന് പല പ്രാവശ്യം ജിബി കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം കയറിയിട്ടൊന്നും സംസാരിക്കാതെ പോയത് എന്താണ്? കയറിയാൽ സംസാരിച്ചേ പോവുള്ളൂ. പക്ഷെ എന്തോ സംസാരിക്കാതെ പോയ എന്താണെന്ന് ഞാൻ ആലോചിക്കാതിരുന്നില്ല. അപ്പൊ ഇത് പറഞ്ഞാൽ പലവാറ്റം കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലെ മെമ്പർ തന്നെയാണ്. അതുകൊണ്ടാണ് ശർമ്മളയ്ക്കും അത്രയും താല്പര്യമൊക്കെ ആയിട്ട് വിളിക്കണം. അല്ലെ ജേക്കബ് മാത്യു സാറിനായാലും എല്ലാം ഞങ്ങൾക്ക് എല്ലാം താല്പര്യമുള്ള വിഷയം തന്നെയാണ്. അതിൽ ജീവിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ഇവിടുത്തെ ഞങ്ങളോട് സഹകരിച്ചതിൽ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അതുപോലെ പ്രൊഫസർ ജേക്കബ് മാത്യു സാറിനും വൈകി ഒരുപാട് സമയമായി. അതുകൊണ്ട് ജേക്കബ് മാത്യു സാറിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. സാറിനും ചിലപ്പോഴൊന്നും കയറാൻ പറ്റാത്ത ഒരവസ്ഥ വരും. പക്ഷെ എന്നാലും ഇത് ഇപ്പം സാറിനും താല്പര്യമുള്ള ഒരു വിഷയം തന്നെയാണ്. ജിബി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതുപോലെയാണ്. അതുപോലെ തിരുമേനിയാണേലും ഇന്ന് സത്യത്തിൽ വരേണ്ടതാണ്. ഏറിയ നടത്തുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് നമ്മളെല്ലാം വരും. നമ്മളെല്ലാം അതിനകത്ത് മെമ്പേഴ്സ് ആണല്ലോ. അപ്പൊ അങ്ങനെ അതുപോലെ സ്വാഗതം പറഞ്ഞ ഡോക്ടർ മസ്കീദയ്ക്കും ഇത് കോർഡിനേറ്റ് ചെയ്ത ഡോക്ടർ ശർമ്മളയ്ക്കും എല്ലാം പിന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ ഇന്ന് പങ്കെടുത്ത ഒരുപാട് പേരുണ്ടെന്നുള്ളതാണ്. അതുപോലെ പിന്നെ ഡോക്ടർ സൂസൻ, അങ്ങനെ സൂസന് അധികം ഒന്നും വരാറില്ല, വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സൂസൻ ഉണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ എസ്റ്റർ ഗ്ലാഡിസ് ഇതിനകത്തുണ്ട്. അഡ്വക്കേറ്റ് സനൂജ, അവരെയൊക്കെ പുതുതായിട്ട് നമ്മൾ പരിചയപ്പെടുകയാണ്. അതുപോലെ സാറാമ്മ ചാണ്ടി സാധാരണ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ പലപ്പോഴും ഇതുപോലെ ഒരു കമന്റും പറയാറില്ല. ഞങ്ങൾ പേര് വിളിച്ചാൽ പോലും ചിലപ്പോൾ ഞാൻ വിചാരിക്കും അവിടെ ഇല്ലായിരിക്കും എന്ന് വിചാരിക്കും, അങ്ങനെ ഒന്നും പറയാറില്ല. പക്ഷെ ഇന്നുണ്ട് വാചാലമായിട്ട് ജിബിയെ അത്രയും പ്രകീർത്തി സംസാരിച്ചെന്ന് പറഞ്ഞു. അതുപോലെ ഷൈനിയുടെ പേര് ഞാൻ കണ്ടു ഇതിനിടയിൽ. ഷൈനി, എല്ലാവരും തന്നെ അങ്ങനെയുള്ള നമ്മുടെ അധ്യാപകരും അതുപോലെ തന്നെ അഡ്വക്കേറ്റുമാരും ഒക്കെ വന്നിരുന്നത് നമുക്കൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ പ്രേയർ പാടിയ ശില്പയും അതുപോലെ സോങ് അലീന വന്നില്ലല്ലോ, അതിന് പകരം ആരായിരുന്നു പേര് പറഞ്ഞു, രേവതി പാടിയത്. അതേപോലെ തന്നെ സനൂജയുടെ പാട്ടും നന്നായിരുന്നു. ജിബിയുടെ പാട്ടും കരോക്കെ ഇട്ട് ഞാൻ പറയും, ഞാൻ വലിയ പാട്ടൊന്നും അറിയില്ല എന്നാൽ പോലും പറയാം കരോക്കയുടെ ഒരു ബലമായിരുന്നു അതിനകത്ത് കൂടുതലായിട്ടുണ്ടായിരുന്ന എന്നുള്ള സത്യമാണ്. പക്ഷെ സനൂജ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു നല്ല പാട്ടുകാരിയാണെന്ന് തോന്നുന്നുണ്ട്. നല്ല കരോക്കെ ഒന്നും ഇല്ലാതെ തന്നെ പാടുമ്പോഴും അതിനൊരു ഭംഗി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശർമ്മളയ്ക്ക് നന്ദി പറഞ്ഞു വന്നത് എല്ലാത്തിലും. താങ്ക് യു വെരി മച്ച്. സൂസൻ ടീച്ചർ ഒരുപാട് ഇരുന്ന് ടൈപ്പ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞത് കണ്ടു. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട് അല്ലെ. ഇതുപോലെ ഒരു മോട്ടിവേഷൻ കിട്ടണം, എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ കിട്ടണം എന്നുള്ളതാണ് അല്ലെ. ജിബി ടീച്ചർ അതിനൊരു പ്രത്യേക ഒരു റോൾ മോഡൽ ആണെന്ന് ഞാൻ കരുതുക. ഓക്കെ, അവിടെ ഒരു ചെറിയ മുഖം കാണുന്നുണ്ടല്ലോ ധനജ മാഡം, മോളാണോ? ഒന്നോ രണ്ടോ പേര് റേസ് ദെയർ ഹാൻഡ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ, എല്ലാരും സംസാരിച്ചോളൂ. കേൾക്കാമോ? ഞാൻ പറയുന്നു, മോൾക്ക് ഒരു സമാപന പാട്ട് കൂടെ പാടിക്കൊടുക്കണമെന്ന്. സമയം ഉണ്ടാവും? ഓക്കെ ഓക്കെ, പാടിക്കോളൂ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ മാർഗമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മൾ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർക്കന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ.
మగరి గమ పని మగరి సని మగరి గమ పద సరి గమ పని సరి గమ పక్కల సరి గమ ప దని ద పద దని గారిని నిద మగరి సరి గమ రి గమ ప గమ పద మ పద రే సా సాని నిద ద పగరి రే సా సాని నిద ద పగరి రే సా సాని నిద ద పగరి సాని గ ప సరి గమ పరి గమ పద గమ పదని గరి సాని గరి సాని ద ప సాని ద పద రి గమ పద రి గమ పని సరి గమ పక్కల പ്ലാവില പുൻകളികയും പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതലായി കൊതിത്തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളി കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാകനി വീഴ്ത്തുവാനിനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. Dedicated for Divyanti. സൂപ്പർ ആയിട്ടുണ്ട് മോളെ. നന്നായിട്ട് പാടി. അല്ലേ? പഠിക്കുന്നവള് 11th. ഓ പേരെന്തുവാ മോളുടെ? അഭിരാമി. 7th കൺഗ്രാജുലേഷൻസ്. ഭയങ്കര നന്നായി പാടി. നല്ലൊരു ഗായികയാകും എന്തായാലും. എല്ലാരും ഗായികയാണ്. വളരെ നല്ല ഗായിക, നൃത്തം എല്ലാം ഉണ്ട്. ശാസ്ത്ര മേളയിൽ ഇപ്രാവശ്യം ഫസ്റ്റ്. ഒരു നല്ല പുസ്തകം കർദിനാൾ പിതാവാണ് പബ്ലിഷ് ചെയ്തത്, കവിതാ സമാഹാരം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ. വാട്ട് ആൻഡ് വാട്ട് നോട്ട് എന്ന് പറയാം, അതുപോലെയാണ് എല്ലാം ആണ്. അതെ അതെ, സർവകലാവല്ലഭ. ഞങ്ങളുടെ ഒരു വലിയ ചുണക്കുട്ടിയാണ്. അന്ന് മോള് വന്നിട്ടുണ്ടായിരുന്നു തോന്നല്ലേ അന്ന്? അതെ അതെ അതെ, ഉണ്ടായിരുന്നു. മോള് പാട്ട് പാടി. അന്ന് പ്രാർത്ഥനാ ഗാനം മോളെ പാടി. ഓക്കെ ഓക്കെ, അപ്പൊ ശരി എന്നല്ലേ. അപ്പൊ എല്ലാവരും ഈ ഗ്രൂപ്പിൽ കയറുക. ഇന്ന് കയറിയവരൊക്കെ ശാലിനി ശാലിനി ക്ലാസ് എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ധനുജയ്ക്ക് ഇടയ്ക്ക് ക്ലാസ് ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ നല്ല ക്ലാസ് എടുക്കുന്ന ആളാണ് കേട്ടോ. ഏത് ടോപ്പിക് ആണെങ്കിലും മതി, നല്ലൊരു ടോപ്പിക്. ആനുകാലിക പ്രാധാന്യമുള്ള ഏതെങ്കിലും ടോപ്പിക്കുകളെ ഏത് ടോപ്പിക് ആണെങ്കിലും ചെയ്യാം. നല്ലൊരു ടീച്ചറാണ്. ആണോ? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെയും ടീച്ചറാണ് LLBക്ക്. ഞങ്ങൾക്കെല്ലാം ലാസ്റ്റില് ക്രാഷ് കോഴ്സ് പോലെ പറഞ്ഞിരുന്നത് ധനുജയാണ്. ധനുജ ടീച്ചർ തന്നെയാണോ? MA എക്കണോമിക്സ് റാങ്ക് ഹോൾഡറാ. MA കേരള യൂണിവേഴ്സിറ്റി റാങ്ക്, ഫസ്റ്റ് റാങ്ക്. വിമൻസ് കോളേജിൽ പഠിച്ചതാ. അല്ല, പിന്നീട് എന്ത് ചെയ്തു? ജോലി ഉണ്ടായിരുന്നോ? ഇല്ല, കുഞ്ഞിന്റെ കാര്യമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു. ഇനി ഇതിന്റെ ടെസ്റ്റ് എഴുതിയാൽ മതി. നിങ്ങളുടെ ടെസ്റ്റ് എഴുതിയാലേ മജിസ്ട്രേറ്റിന്റെ ഒക്കെ ടെസ്റ്റ് ഉണ്ടല്ലോ, ഒരുപാട് നല്ല ടെസ്റ്റുകളുണ്ട് പാസ്സാകാവുന്ന. സെക്രട്ടറിയിലെ ടെസ്റ്റ് ഉണ്ട്. എനിക്ക് പറ്റത്തില്ല, ഏജ് ഓവറായി. എനിക്ക് പറ്റത്തില്ല. ഇവർക്ക് പറ്റും, ചെറുപ്പക്കാർക്ക് പറ്റും. അതുപോലെ സെയിൽ ടാക്സ് ഓഫീസർമാരായിട്ട് കയറാം. അവർക്ക് വേണ്ടിയുണ്ട്, അഡ്വക്കേറ്റുമാർക്കുള്ള ടെസ്റ്റ് അത്. ഇപ്പൊ അതിന് GST എന്ന് പറയുന്നത്, GST കമ്മീഷൻ. ഞങ്ങളുടെ ഒരു കുട്ടി അങ്ങനെ GST കമ്മീഷണറായി. ഇപ്പൊ ഒരു 10 വർഷമായിട്ടുള്ളൂ LLB പാസ്സായിട്ട്. 10-15 വർഷമായി കാണും.
GST അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ലീഗൽ അഡ്വൈസർ പോസ്റ്റുകൾ വരും മാം. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ലീഗൽ അഡ്വൈസർ പോസ്റ്റുകൾ. അത് ടെസ്റ്റ് എഴുതാൻ പഠിക്കണം. അത്ര എക്കണോമിക്സ് ഒക്കെ എടുത്ത് പഠിച്ച് പിന്നെ നല്ല റാങ്ക് ഒക്കെ വാങ്ങിച്ചതായതുകൊണ്ട് ഒരു അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കാതെ ഈ പിന്നെ ടെസ്റ്റ് എഴുതി പാസ്സായാൽ നമുക്ക് എവിടെ ചെയ്യാൻ പറ്റും. അപ്പം ജേക്കബ് മാം ടീച്ചർ, സൂസൻ ടീച്ചർ, സാറാ മാം, വത്സല മാം, സൂസൻ ടീച്ചർ, ജിബി ടീച്ചർ, പിന്നെ ബാക്കി എല്ലാവർക്കും ധനുജ മോള് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ. എസ്തർ മാം ഇടയ്ക്ക് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞിരുന്നു. എസ്തർ മാം ഇടയ്ക്ക് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞിരുന്നു. ആണോ? എനിക്ക് അതിന്റെ ഓർമ്മ വരുന്നില്ല കേട്ടോ. ആരാണ് ഈ പറയണത്? സീന പി. ഷർമിളയാണ് മാം. മാം ഇടയ്ക്ക് ഒന്ന് ശ്രമിക്കും മാം. സമയമാവുമ്പോൾ ശ്രമിക്കാം. അതേപോലെ സമയം ഏത് സമയമാണെന്ന് നോക്കുമ്പോ നമുക്ക് നോക്കട്ടെ, അപ്പോഴാണെങ്കിൽ എടുക്കാം. എന്താന്നുള്ളത്. വേറൊരു അഡ്വക്കേറ്റ് ഉണ്ട്, ആശാറാണി, ക്ലാസ് എടുക്കുന്നതാണ്. ധനുജ എടുക്കും, ആശാറാണി. രണ്ടുപേരെ ഓരോ പ്രാവശ്യം വിളിച്ചാൽ മതി. ആശാറാണി എന്ന് പറഞ്ഞ വേറൊരു അഡ്വക്കേറ്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിട്ട് റിട്ടയർ ചെയ്ത. അപ്പം ധനുജ മാഡം എന്റെ നമ്പർ അതിലുണ്ട് ഇന്നത്തെ പോസ്റ്ററിൽ. എനിക്ക് ഒരു ഹായ് ചെയ്തേക്കണേ വാട്സപ്പില്. ഓക്കെ മാം. ശശികല മാഡത്തിനെയൊക്കെ എങ്ങനെ പരിചയം? ഭുവനേന്ദ്രൻ സാറും ഒക്കെ ജോയിൻ ചെയ്തിരുന്നു. ശശികല ചേച്ചി ഞങ്ങളുടെ ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിലുള്ള ആളാണ്. നെടുമങ്ങാടാണ് സ്ഥലം. മാഡം നമ്മുടെ ഇതിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഭുവനേന്ദ്രൻ സാർ ആരാ? എനിക്ക് മനസ്സിലായില്ല. ഭുവനേന്ദ്രൻ സാറും ഞാൻ സാറിനെ പരിചയം കാണും. ശാലിൻ ടീച്ചർ ഇടയ്ക്ക് ക്ലാസ് എടുക്കാൻ കയറിയിട്ടുണ്ട്. ഇടയ്ക്ക് ശ്രമിക്കും സമയം കിട്ടുന്നതിനനുസരിച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. താങ്ക് യു. JK മാത്യു സാർ, എല്ലാവർക്കും താങ്ക് യു. കുറെ നാളുകൂടെ കാണണേ. ഓക്കെ. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്റെ മോന്റെ കാര്യങ്ങളും കൂടെ ഒക്കെ ഉൾപ്പെടുത്തുക. അവൻ അനന്തപുരിയിൽ ജസ്റ്റ് ഒന്ന് കൈയും കാലും ഒക്കെ ജസ്റ്റ് ഒന്ന് അനക്കിയിട്ടുണ്ട്. കണ്ണും തുറക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറിയ റെസ്പോൺസുകളായി തുടങ്ങിയിട്ടുണ്ട് മാം. അപ്പൊ തുടക്കത്തിലൊന്നും എനിക്കൊരു ഫോൺ വന്നോണ്ട് പുറത്തോട്ട് പോയി, അതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ ഞങ്ങള് 3 ദിവസം ഇല്ല മാം, വീടിനടുത്ത് തന്നെ ജംഗ്ഷനിലേക്ക് നടക്കുന്നു. അവനും അവന്റെ ഉമ്മായും ഇവിടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോ വണ്ടി വന്ന് ആദ്യം ഉമ്മായി ജസ്റ്റ് ഒന്ന് തട്ടി, അവരുടെ കാലിൽ മാത്രമേ മുറിവുള്ളൂ. പക്ഷെ ഇവര് ഇടിച്ച് തെറിപ്പിച്ച് കളഞ്ഞതാണ്. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ. തല നല്ലോണം അടിച്ചു, ബ്രെയിൻ പ്രോബ്ലം ഉണ്ട്. ഒരു ബലേനോ ഇവിടെ പൊന്മുടിയിൽ പോയിട്ട് തിരിച്ചു വന്ന വരവാണ്. പിന്നെ അവര് ഫാമിലി ആയിട്ടാ, അവര് കഴക്കൂട്ടത്തുകാരാ. കഴക്കൂട്ടം അവർ ഇതുവരെ ഒരു സഹായം ചെയ്തിട്ടില്ല. നല്ല ക്യാഷ് ആയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഭയങ്കര റേറ്റ് അല്ലേ അനന്തപുരിയിലൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ക്ലെയിം ചെയ്യാൻ പറ്റും. 2022 വണ്ടിയാണ്. ഫുൾ ഇൻഷുറൻസ് കാണുമെന്ന് തോന്നുന്നത്. എല്ലാം നമ്മൾ നോക്കിയായിരുന്നു. കേസായി, എന്തായാലും കേസാക്കിയിട്ടുണ്ട്. ഇതിനെ പോലീസ് ഒക്കെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. കാരണം 18 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. വണ്ടി ഓടിച്ചിരുന്ന ആളോ? ഇല്ല, മോനെ സഹോദരന്റെ മോനെ. വണ്ടി ഓടിച്ചിരുന്ന ആൾക്കോ? വണ്ടി ഓടിച്ചിരുന്ന 30 വയസ്സോളമായി. പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കാം. ഓ ശരി ശരി. ഓക്കെ ഗുഡ് നൈറ്റ്. എല്ലാവർക്കും